ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസികൾ എന്ന പേജിലേക്ക് ഈ ശുനോ നിയമനം ലഭിച്ച് നടത്തുന്ന ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂമിയിലെ സകല വംശങ്ങൾക്കും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളുമായ നിത്യഗതിയും ഭാഗ്യമതിയുമായ ദൈവമാതാവിന്റെ ഈ ശുനോയ പെരുന്നാളിന്റെ സമയത്ത് ആ പരിശുദ്ധ മാതാവിനെ പറ്റി ധ്യാനിക്കുവാനും നമ്മുടെ സഭയുടെ ലിറ്റർജിക്കൽ സോങ്സിലൂടെ അതിന്റെ ഒരു ധ്യാനം എങ്ങനെയാണ് മാതാവിനെ ഓർത്തഡോക്സി അവതരിപ്പിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് ഈ ലൈവ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഷിബിച്ച? അതെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ശബ്ദം മാറിയല്ലേ? ഓക്കെ, അല്ല എന്റെ ആ ശബ്ദം അവിടെ ഒരു സ്പീക്കറിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ എക്കോ ആയിട്ട്. ഓക്കെ, നമുക്ക് പിന്നെ ദൈവമാതാവിനെ ഓർത്തഡോക്സ് തിയോളജിയിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെ, കൃത്യമാണ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ പരിശുദ്ധ മാതാവിനെ നമ്മൾ ഒരിക്കലും മാതാവ് തന്നെ നിൽക്കുന്നതായിട്ടല്ല കാണുന്നത്. എപ്പോഴും പുത്രൻ തമ്പുരാനോട് ഒരുമിച്ച് ചേർത്ത് ഇൻകാർണേഷനുമായിട്ട് ചേർത്താണ് നമ്മൾ എപ്പോഴും മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ ധ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ യാമപ്രാർത്ഥനകളിലും ശ്രീവാ നമസ്കാരങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വെറുതെ പാട്ടുകളിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ നിൽക്കുകയാണ് ഒരുപക്ഷെ മാതാവിന്റെ സ്തുതികളാണെന്ന് ചിലപ്പം തോന്നിയേക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ശക്തമായ നമ്മുടെ ഓർത്തഡോക്സിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം ഇൻകാർണേഷനിൽ പരിശുദ്ധ മാതാവിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട്, ആ ഒരു മഹനീയ വ്യക്തിത്വത്തിന്റെ സാന്നിധ്യം അതിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുന്ന രീതിയിലാണ് ഓരോ ഗീതങ്ങളും ഓരോ പ്രാർത്ഥനകളും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു വികാരപരമായ രീതിയിലല്ല മാതാവിനെ നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ കാണുന്നത്. യേശുവിന്റെ അമ്മ എന്നുള്ള ആ ഒരു ബന്ധത്തിന്റെ മാത്രം പേരിലല്ല, മാതാവിന് കൃത്യമായ ഒരു പങ്ക് ഈ രക്ഷാകര പദ്ധതിയിൽ ഉണ്ട്. അതിനെപ്പറ്റി സൂചിപ്പിക്കാം. നമ്മുടെ ആ ശബ്ദത്തിന് എനിക്ക് തോന്നുന്നു ഇവിടുന്നുള്ള എന്തോ എക്കോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാതാവിനെ നമ്മൾ കാണുന്നത് ഒരു വികാരപരമായിട്ടല്ല, അതുപോലെ തന്നെ മാതാവിന്റെ ഒരു അത്ഭുത പ്രവർത്തകയായിട്ടോ അല്ലെങ്കിൽ ഒരു ദേവിയായിട്ടോ ഒന്നുമല്ല കാണുന്നത്. അപ്പൊ തിയോട്ടോക്കോസ് എന്ന നിലയ്ക്കാണ്, അതായത് ലോഗോസിന്റെ ഇൻകാർണേഷൻ വചനത്തിന്റെ ജഡാവതാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. അപ്പൊ ഈ നമ്മുടെ സഭയില് മാതാവിനുള്ള സ്ഥാനം തിയോളജിക്കലാണ്, ദൈവശാസ്ത്രപരമാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മാതാവിന്റെ പേരിൽ അല്ല ഒരു അന്യദൈവ ആരാധന അല്ലെങ്കിൽ മറ്റൊരു ദേവതയെ പൂജിക്കുന്നു, അല്ലെ ക്രിസ്തുവിന് ഇതരമായി ഒരു മധ്യസ്ഥത കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഈ പെന്തക്കോസ്തു വിഭാഗങ്ങളിൽ നിന്നുണ്ടായ അക്രമങ്ങളെ അല്ലെങ്കിൽ അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്റെ അതിനെ ഒന്നും ചെറുക്കുവാൻ നമുക്ക് സാധിച്ചില്ല. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് ഈ വളരെ ബലഹീനവും ദുർബലവുമായ സ്ഥിതിയിൽ നമ്മുടെ ആർഗ്യുമെന്റ്സ് ആയിപ്പോയി. നമ്മളെ സംബന്ധിച്ച് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്നുള്ള ഒരൊറ്റ വിഷയമാണ് ഈ പറയുന്നത്. ഇപ്പൊ ഈ മലങ്കരയിലെ മാതാവിന്റെ നാമത്തിലുള്ള പള്ളികളിൽ ഏറ്റവും പ്രസിദ്ധമായ പള്ളിയാണ് എന്റെ ഇടവപ്പള്ളി, മണറാട് പള്ളി. അപ്പൊ അതിനേക്കാൾ വലിയ പോപ്പുലർ ഒരു പള്ളി മാതാവിന്റെ പേരിൽ നമ്മുടെ മലങ്കര സഭയ്ക്ക് ഇല്ലല്ലോ. അപ്പൊ ആ പള്ളിയിലെ പ്രസംഗങ്ങളും ധ്യാനങ്ങളും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ മാതാവിനെ സംബന്ധിച്ച് അവിടെ പറയുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അമ്മ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു, ഈ കാനാലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി. എന്നാൽ ഈ അവസാനത്തെ ഒരു 10-15 വർഷമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഒരച്ഛൻ ഈ വെളിപാട് പുസ്തകം 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീ മാതാവാണെന്ന് എല്ലാ കൊല്ലം പ്രസംഗിക്കുമായിരുന്നു. അതാണ് ഒരു എക്സ്ട്രാ സംഗതി വന്നത്. അപ്പൊ ഇത്രയും ദുർബലമായ വാദങ്ങളാണ്. എന്നാൽ ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഈ ഓർത്തഡോക്സ് തിയോളജിയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മാതാവിനുള്ള പ്രാധാന്യം
തിയോളജിക്കൽ എത്ര സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഇതാണ് നമ്മുടെ തിയോളജിയിലുള്ളത്. അപ്പൊ അത് നമ്മൾ സാധാരണ ആളുകളുടെ നിലവാരത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വന്ന് മാതാവിന്റെ പ്രാധാന്യത്തെ എന്തുകൊണ്ട് സഭ മറിയാമിന്റെ സ്മരണം വരദായകമാണെന്ന് പറയുന്നു എന്നുള്ളതിന്റെ ദൈവശാസ്ത്ര ബോധ്യം. ഇപ്പൊ ഓരോ വിഷയത്തിനും ഇപ്പൊ എക്ലീഷ്യാസ്റ്റിക്കലായിട്ട് അതിനൊരു തലം കാണും, വികാരപരമായ ഒരു വശം കാണും, പാരമ്പര്യത്തിന്റെ ഒരു വശം കാണും. അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായ അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തന്നെ താഴെ തട്ടിൽ, ഇപ്പം ഉയർന്ന തലത്തിലുള്ള ഇപ്പം നമ്മുടെ മെത്രാപ്പോലിത്തമാർക്കൊക്കെ ഇതെല്ലാം അറിയാം. കാരണം ഞാൻ പല നമ്മുടെ അഭിവന്യ തിരുമേനിമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ വെൽ വേഴ്സ്ഡ് വിത്ത് ഓൾ ദിസ് തിയോളജി. അല്ലാതെ അവരൊന്നും അറിവില്ലാത്തവരല്ല. അവർക്കൊക്കെ അതിഭയങ്കരമായ തന്നെ അറിവുണ്ട്. കാരണം അവര് വിദേശ സർവകലാശാലകളിലൊക്കെ പോയി പഠിച്ചവരും ഡോക്ടറേറ്റ് എടുത്തവരും അങ്ങനെ വളരെ ആഴത്തിൽ പഠിച്ചവരും ഒക്കെയാണ്. അപ്പൊ അവരിൽ നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. അതിന്റെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു തിരുമേനി ഒരു വർഷം ഈ പരമാവധി നമ്മുടെ സാധാരണക്കാരുമായിട്ട് സംവദിക്കുന്ന എത്ര ഫ്യൂ മിനിറ്റ്സ് മാത്രം, അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു പെരുന്നാളിന്റെ കുർബാനയ്ക്ക് വന്നു ഒരു 10 മിനിറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കിട്ടി, അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇവര് പ്രസംഗിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ളൊരു അതായത് അറിവുള്ള ആളുകളുണ്ടെങ്കിലും അവരിൽ നിന്നുള്ള അറിവ് താഴെ ആളുകൾക്ക് കിട്ടിയില്ല. അപ്പൊ ഈ ഒരു ഗ്യാപ്പാണ് മറ്റുള്ളവര് മുതലെടുത്തത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാരണ ആളുകൾക്ക് കിട്ടുന്ന അറിവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഉപദേശിമാർ പ്രസംഗിക്കുന്നതും അത് ഈ മാർത്തോമായിലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മ ഉപദേശിമാരിൽ നിന്നാണ് ഈ തിരുവെഴുത്തും ഉപദേശവും പഠിക്കുന്നത്. അപ്പൊ ശരിയായ ഓർത്തഡോക്സ് തിയോളജിയും ഡോക്ടറിനും സാധാരണ ജനങ്ങൾക്ക് കിട്ടിയില്ല. മറിച്ച് അവർക്ക് കിട്ടിയത് ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ തിയോളജിയാണ് കിട്ടിയത്. എന്റെയും കൂടെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് എനിക്കത് ദൈവത്തിന്റെ കൃപയാൽ ഈ ഓർത്തഡോക്സ് തിയോളജി ഇതാണെന്ന് മനസ്സിലാക്കാൻ അത് ഒരിക്കലും ഒരു സാധ്യമായ കാര്യമല്ലായിരുന്നു. കാരണം ഞാൻ പെന്റക്കോസ്റ്റിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ ഒരിക്കലും ഓർത്തഡോക്സ് തിയോളജിയിലേക്ക് എത്തത്തില്ല. പക്ഷെ ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ എത്തിയെന്നൊരു വാക്യമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഭാഗ്യവശാൽ ഇത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സിഗ്നിഫിക്കൻസ് മനസ്സിലായത്. അപ്പൊ അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതിന്. അപ്പൊ അതുകൊണ്ട് ഇനിയും വൈകിട്ടില്ല, നമ്മൾ സാധാരണ ആളുകളിലേക്ക് ഇതെത്തി. ഇപ്പൊ ഉള്ള ഒരു നല്ല ലക്ഷണം ഞാൻ കാണുന്നത് ഈ ഓൺലൈനിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തിരുമേനിമാരൊക്കെ ലൈവിലൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. തിരുമേനിമാരും അച്ഛന്മാരും പ്രത്യേകിച്ച് ഈ ശൂന്യ നോയമ്പിനോടനുബന്ധിച്ച് ഒരുപാട് നല്ല ലക്ഷണം. അപ്പൊ അവരുടെ അതായത് അവർക്ക് കിട്ടിയിരിക്കുന്ന അറിവ് അവരൊരു ലൈഫ് ടൈം കൊണ്ട് അവര് ഉദാഹരണത്തിന് കുടുംബജീവിതം പോലും വേണ്ട എന്ന് വെച്ച് സഭാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവരാണ്. അപ്പൊ അവരിൽ നിന്ന് പരമാവധി അവരെ ഉപയോഗപ്പെടുത്താൻ അല്ല അവരിൽ നിന്ന് പഠിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനുള്ള ഒരു സാധ്യത ഇപ്പൊ ഈ ഓൺലൈനിൽ കൂടെ അവർ വരുന്നത് നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ ആകുമ്പം ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സാധാരണ ആളുകളെ ബോധവാന്മാരാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ സഭയ്ക്ക് കരുത്തോടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഇതിനൊരു നല്ല ലക്ഷണമായിട്ട് ശിബിച്ചാൻ പറഞ്ഞ പോലെ ധാരാളം ഓൺലൈൻ മീറ്റിങ്ങുകൾ ഇപ്പൊ ഈ ശൂന്യ നോയമ്പോടനുബന്ധിച്ച് പല ദേവാലയങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ആൾക്കാർ കാണുന്നുണ്ട്. മാതാവിനെ പറ്റി മാതാവിന്റെ രക്ഷാകര പദ്ധതിയിൽ മാതാവിന്റെ പങ്ക് എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് സഭയുടെ ഒരു കാഴ്ചപ്പാട്, ആ പരിശുദ്ധ മാതാവിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നമ്മുടെ ആരാധനാ ഗീതങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മളൊന്ന് നോക്കാനാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് സ്ലീബായുടെ പ്രഭാത നമസ്കാരത്തിലെ ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ, ഈ ഒരു പാട്ടിൽ പറയുന്ന ആ ഒരു മർമ്മം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ മാതാവായിട്ട് ജനിക്കാൻ ദൈവം നിന്നെ മാതാവായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച ആ മാതാവിനെ പ്രകീർത്തിക്കുന്ന ഒരു പാട്ടാണ്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് മുമ്പോട്ട് പോവാം. Shudya
അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? സാധാരണ ഇപ്പൊ നമ്മുടെ ഈ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുറെ നല്ല മലയാളത്തിൽ എഴുതിയിരിക്കുന്നതും അത് സാധാരണക്കാർക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നില്ല, പാടിപ്പോകുന്നേ ഉള്ളൂ. അപ്പൊ എന്താ ആ പാട്ട് അർത്ഥം നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. ഈ പാട്ടിൽ പറഞ്ഞത് അമ്പര ശില്പിയെ ഏറ്റേന്തി വ്രതശുദ്ധ്യാ പെറ്റോരമലെ എന്ന് പറഞ്ഞാൽ എല്ലാ സർവ്വപ്രപഞ്ചത്തിന്റെയും ആ സൃഷ്ടാവിനെ നിന്റെ ഉദരത്തിൽ നേറ്റുകൊണ്ട് പ്രസവിച്ച ആ വിശുദ്ധയെ നിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാണ് നമ്മളത് പാടുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് തിയോളജിയില് ശരിക്കും നമ്മൾ മാതാവിനെ എപ്പോഴും കാണുന്ന ഒരു രീതി ഈ ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഒരു തീമിലാണ് നമ്മുടെ എല്ലാ അപേക്ഷകളും മുമ്പോട്ട് പോകുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് തിയോട്ടോക്കോസ് അല്ലെങ്കിൽ ദൈവ പ്രസവിത്രി എന്നുള്ള ആ ഒരു പേരിലേക്ക് എങ്ങനെയാണ് മാതാവിന് ഈ ഒരു സ്ഥാനം കിട്ടിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സഭ ആ രീതിയിൽ മാതാവിനെ അഡ്രസ് ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിക്കും. അപ്പൊ നമ്മൾ സാധാരണ ഓർത്തഡോക്സ് ചർച്ചില്, ഓർത്തഡോക്സ് സഭയില് ഓർത്തഡോക്സ് കുർബാനയുടെ അവസാനം യേശു പുത്രസുതനെ ഞങ്ങളെ കാക്കണമേ എന്നൊരു ഗീതമുണ്ട്. അതിൽ ആദ്യത്തെ വരി തന്നെ പറയുന്നത് യേശു പിതൃസുതനെ, അതായത് സ്വർഗസ്ഥ പിതാവിന്റെ ഏകപുത്രൻ. അടുത്ത ലൈനിൽ തന്നെ പറയുകയാണ് യേശു മറിയ സുത, അവൻ അതേ സമയം തന്നെ മറിയാമിന്റെ പുത്രനുമാണ്. അപ്പം അതില് ആ യേശു ക്രിസ്തു ആരായിരുന്നു? ദൈവം ആയിരുന്നു, മനുഷ്യനായിരുന്നു. അവനിൽ എങ്ങനെയാണ് ആ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരുന്നത് എന്നാണ് ആ ഗീതത്തിലൂടെ പറയുന്നത്. അതിനെപ്പറ്റി സുബിച്ചാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പാട്ട് ആദ്യം കേൾക്കാം. ഓക്കെ. യേശു പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ, യേശു മറിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ, യേശു ബലപ്പെടുത്തി യേശു സൂക്ഷിക്കാം, യേശു ദോഷിയേ ഞങ്ങളിൽ നിന്നകറ്റണമേ, യേശു അകൃത്യവും പാപവും മോചിക്കാം, യേശു വിധി ദിവസം കരുണ തോന്നണമേ. ഇവിടെ നമ്മള് പറയുന്ന യേശു പിതൃസുതനെ, യേശു മറിയ സുത. അപ്പം ആ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും അവിടെ കൊണ്ടുവരികയാണ്. വളരെ നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന നമ്മുടെ ഗീതങ്ങളിൽ പോലും വളരെ ആഴമായ ദൈവശാസ്ത്ര ബോധ്യങ്ങളെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ലിറ്റർജിക്കൽ സോങ്സിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളവിടെ പാടുമ്പോ യേശു പിതൃസുതനെ, യേശു മറിയ സുത, നമ്മളത് വെറും ലളിതമാണെന്ന് ചിന്തിക്കും. പക്ഷെ വളരെ ആഴമായ ദൈവശാസ്ത്രമാണ്. പിതാവിന്റെ പുത്രനാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നതാണ് സർവ്വലോകങ്ങൾക്ക് മുമ്പിൽ പിതാവിൽ നിന്ന് അവൻ താഴേക്ക് ഇറങ്ങി, അവൻ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരിയായി തീർന്നു. അപ്പൊ മനുഷ്യത്വത്തിൽ അവന് മാതാവുണ്ട്, അവിടെ മനുഷ്യത്വത്തിൽ പിതാവില്ല. ദൈവത്വത്തിൽ അവന് പിതാവുണ്ട്, ദൈവത്വത്തിൽ മാതാവില്ല. അതുകൊണ്ടാണ് യേശു പിതൃസുതനെ, യേശു മരിയ സുത എന്ന് പാടുന്നത്. എന്ന് പറഞ്ഞാൽ ഭേദം കൂടാതെ അവൻ മനുഷ്യനായി തീർന്നു എന്നുള്ള ആ വലിയ സത്യം നമ്മുടെ വിശ്വാസത്തിന്റെ ആ ക്രിസ്റ്റോളജിക്കൽ ഫൗണ്ടേഷൻ തന്നെ ആ പാട്ടിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും ഓരോ പ്രാവശ്യവും. അപ്പൊ ആ ഒരു ബോധ്യത്തോടു കൂടെ നിൽക്കുന്ന ആൾക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ആ പാട്ട് പാടുമ്പം നമ്മൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല. അപ്പൊ അതാണ്, അതൊരു പ്രെയർ സോങ് ആണ്, ഒരു പ്രെയറാണ്. അപ്പൊ ആ പ്രെയർ നടത്തുമ്പം
എവിടെയോ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കല്ല. ഞാൻ ദൂരസ്ഥനായ ദൈവം മാത്രമല്ല സമീപസ്ഥനുമല്ലയോ. അപ്പൊ പ്രവാചകനിലൂടെ പറഞ്ഞ ആ കാര്യം ഇൻകാർണേഷനിലാണ് ഫുൾഫിൽ ആകുന്നത്. ദൂരസ്ഥനായ ദൈവം മാത്രമല്ല സമീപസ്ഥനായ ദൈവവുമാണ്. അപ്പൊ അതുകൊണ്ടാണ് യേശു പിതൃസുതനെ എന്ന് പറയുമ്പോൾ ദൂരസ്ഥന. കാരണം പിതാവിനെ ആരും കണ്ടിട്ടില്ല, പിതാവ് ദൂരസ്ഥനാണ്, നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ സമീപസ്ഥനായ ദൈവവും കൂടിയാണ്. അതാണ്. അപ്പൊ അതുകൊണ്ടാണ് യേശു പിതൃസുതനെ, യേശു മറിയസുത ഞങ്ങളെ കാക്കണം. അതെ, എന്ന് വെച്ചാൽ യേശു ആരായിരുന്നു? ഇപ്പൊ നമ്മളോട് ദൈവമാതാവ് എന്തിനാണ് മറിയാമിനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് യേശു ദൈവമായിരുന്നോ അതോ മനുഷ്യനായിരുന്നോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ തീരാവുന്ന ചോദ്യമേ ഉള്ളൂ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരേപോലെ സമഞ്ജസമായി ഒട്ടും ഭേദം കൂടാതെ പരസ്പരം അകന്നു നിൽക്കാതെ അത് പരസ്പര പൂരകമായിട്ട് ഒന്നിച്ചു നിന്നു. മിയ ഫൈസിറ്റിസം എന്ന വലിയ ദൈവശാസ്ത്രമാണ് നമ്മൾ ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചുകൾ ഹോൾഡ് ചെയ്യുന്ന വിശ്വാസം. അതിനുവേണ്ടിയിട്ടാണ് സഭാപിതാക്കന്മാര് മോർ സെവേറിയസിനെ പോലുള്ളവര് കഷ്ടം അനുഭവിച്ചു അവർ ആ വിശ്വാസം ഹോൾഡ് ചെയ്തു. അതാണ് നമ്മുടെ സെവേറിയസിന്റെ മാനിസോയിൽ നമ്മൾ പറയുന്നുണ്ട് എത്ര റിയൽ ആയിരുന്നു ആ ഒരു ഭേദം കൂടാതെ ആ മനുഷ്യനായി നിർമ്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്റെ ഏകസ്തുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മർത്യന്മാർ തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചി എന്നിവയുള്ള ദൈവജനത്രീ കന്യകയാമറിയാമെന്ന്. അങ്ങനെയാണ് നമ്മൾ ആ പാട്ട് നമുക്കൊന്ന് കേട്ടിട്ട് ഈ ആ ഒരു ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. നിർമ്മാതാവ് വിശുദ്ധന്മാർ എന്ന മോർ സെവേറിയസിന്റെ മാനിസോ. ഓക്കെ. ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ ജീവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം മറിയാമീനും വേദവദന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ പുടയോ നാമശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ വേദിച്ചു നിധനിച്ചോനെ അപ്പരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനെഴും സഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ഇൻകാർണേഷന്റെ മൊത്തമായ ദൈവശാസ്ത്രം ഈ പാട്ടിൽ അങ്ങനെ ഉൾക്കൊള്ളിച്ചേക്കാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ ഭേദം കൂടാതെ കന്യകമറിയാമിൽ നിന്ന് മനുഷ്യനായി അതേസമയം തന്നെ അവൻ സ്വപിതാവിന്റെ പുത്രനായിട്ടും ഇരുന്നു. അതെ, അതാണ് നമ്മൾ ആ യിരെമ്യാ പ്രവചനം 23:23 പറയുന്നത് ഞാൻ സമീപസ്ഥനായ ദൈവമാണ് ദൂരസ്ഥനായ ദൈവമാണ്. അപ്പൊ ആ പിതാവിന്റെ പുത്രൻ മനുഷ്യനായി തീർന്നു. അപ്പോ ഇനി അവൻ ദൂരസ്ഥനല്ല, നമ്മിൽ ഒരാളായി. ഹി ടാബർനാക്കിൾഡ് അമംഗ് us. ഇന്നലെ കൂടാര പെരുന്നാളായിരുന്നു, ഈശോനോയ് നോയമ്പിന്റെ ഇടയിൽ കൂടാര പെരുന്നാളായിരുന്നു. കാരണം അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അപ്പം അത് നമ്മിൽ ഒരുവനായി തീർന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് എബ്രായർ 2:15 അവനും ജഡരക്തങ്ങളോട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. എന്ന് പറഞ്ഞാൽ അതൊരു മാനിഫെസ്റ്റേഷൻ, ഒരു മായക്കാഴ്ചയോ അല്ലായിരുന്നു, അതൊരു റിയൽ ആയിട്ട് വന്നു നമ്മുടെ ഇടയിൽ പാർത്തു. മായാവാദക്കാര് പറയുന്നേ ഇപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ പെന്തക്കോസ്തുകാര് പറയുന്നുണ്ട്, മാതാവിനെ നിഷേധിക്കുന്നവർ പറയുന്നുണ്ട് യേശുവിന്റെ ജനനം
ഒരു റിയൽ ബർത്ത് അല്ല, ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ. അതൊരു ഒരു മായാക്കാഴ്ചയാണ്. അത് തന്നെ ആ കാലത്ത് ഡോസറ്റിസം, നോസ്റ്റിസിസം, ജ്ഞാനവാദികളും മായാവാദികളും ഉണ്ടായിരുന്നു. ജ്ഞാനവാദികളും മായാവാദികളും ക്രിസ്തു മാംസമായി അല്ലെങ്കിൽ ജഡത്തിൽ വന്നു എന്നുള്ളതിനെ നിഷേധിച്ചിരുന്നു, ഇൻകാർണേഷനെ നിഷേധിച്ചിരുന്നു. അപ്പൊ ഈ നോസ്റ്റിക്കുകൾക്കും ഡോസറ്റിസക്കാർക്കും എതിരായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ആ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം ഉള്ളടക്കം ചെയ്തിട്ടുള്ള ബൈബിൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഇവർ വീണ്ടും ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നത്. ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ മർമ്മം. വിശ്വാസത്തിന്റെ മർമ്മം പൗലോസ് ശ്ലീഹ പറയുന്നതനുസരിച്ച് വിശ്വാസത്തിന്റെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു എന്ന് പറഞ്ഞാൽ അൺഡിനേബിൾ ആണ്. അൺഡിനേബിൾ ആയ വിശ്വാസത്തിന്റെ മർമ്മം എന്താണ്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ആ വാക്ക് ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഈ മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, അന്നേരം അവർ പറയും മാനിഫെസ്റ്റേഷൻ അല്ലേ എന്ന്. മാനിഫെസ്റ്റഡ് എന്നല്ല, മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അപ്പൊ ജഡത്തിൽ വെളിപ്പെട്ടു, അതാണ് ഇൻകാർണേഷൻ. ഇറ്റ്സ് നോട്ട് മാനിഫെസ്റ്റേഷൻ. ദാറ്റ് ഇസ് നോട്ട് മാനിഫെസ്റ്റേഷൻ, ദാറ്റ് ഇസ് ഇൻകാർണേഷൻ. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ആ നെസ്റ്റോറിയനിസം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയി നമ്മുടെ ശ്രോതാക്കളുടെ ഒരു അറിവിനായിട്ട്, ഒരു ഓർമ്മ പുതുക്കലിനായിട്ട്. നമ്മള് എഫേസസിൽ വെച്ച് വന്ന സുന്നഹദോസിൽ വെച്ചാണ് നെസ്റ്റോറിയസിനെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമെന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. അതൊരിക്കലും മറിയാമനെ ഉയർത്തി ദൈവത്തോളം ആക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, പകരം ദൈവം സ്വയം താഴ്ന്ന് മനുഷ്യരിൽ ഇറങ്ങി വന്ന് അവതാരം ചെയ്തു, നമ്മളിൽ ഒരാളായി ജീവിച്ചു. അതുകൊണ്ട് പരിശുദ്ധ മറിയാം ദൈവത്തിന്റെ മാതാവാണ്. കാരണം നമ്മളിൽ ഒരാളായി ജീവിച്ചിരുന്ന യേശു ക്രിസ്തു ഒരേ സമയത്ത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരുന്നു. ആ മഹത്തായ ആ ഒരു വിശ്വാസമാണ്. അതിനെപ്പറ്റി ആ നെസ്റ്റോറിയനിസം എന്തായിരുന്നു എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന നെസ്റ്റോറിയസ് അദ്ദേഹമാണ് ഈ ആശയം. അതായത് ക്രിസ്തുവിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവര് ഒരു ദൈവശാസ്ത്ര പ്രതിസന്ധിയിലെത്തുകയായിരുന്നു. ഈ പ്രതിസന്ധിയിലെത്തിയത് മുഴുവൻ ഈ റിലേഷൻഷിപ്പ് ഇല്ലാത്തവർ. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിലേഷൻഷിപ്പ് ഉള്ളവരും റിലേഷൻഷിപ്പ് ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിക്കും, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പൊ ഈ തിയോളജികളെല്ലാം നമ്മള് ഓർത്തഡോക്സ് തിയോളജി പിന്നീട് രൂപപ്പെട്ടതാണെന്നൊരു വാദമുണ്ട്. ഞാനതൊട്ടും വിശ്വസിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സമൂഹത്തിന് അറിയാമായിരുന്നതിനേക്കാൾ അധികമായി ഒരു തിയോളജിയും നമ്മുടെ പിതാക്കന്മാർ കൂട്ടിച്ചേർത്തിട്ടില്ല. മറിച്ച് അവര് ഹോൾഡ് ചെയ്തിരുന്ന ആ വിശ്വാസത്തെ ഉപദേശ രൂപത്തിലാക്കി എന്നുള്ളതാണ്. ഇപ്പൊ ക്രിസ്റ്റോളജി ആണെങ്കിൽ ഈ യേശു ക്രിസ്തു പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ക്രിസ്റ്റോളജി ഒന്നും ഓർത്തഡോക്സ് പിതാക്കന്മാര് പഠിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോഴാണ് യേശു കർത്താവ് പറയുന്നത്, apart from a revelation from my heavenly father no one can say like this. അപ്പൊ ആ പിതാവിൽ നിന്നുള്ള പ്രസാദവരത്താൽ വെളിപ്പെട്ട് കിട്ടിയ ഒരു കമ്മ്യൂണിറ്റി ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിസ്തുവിനോടിന്റെ ഒറിജിനൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഒറിജിനൽ കമ്മ്യൂണിറ്റിക്ക് ഈ ട്രൂത്ത് അറിയാമായിരുന്നു. ഹൂ ഈസ് ക്രൈസ്റ്റ്? ക്രിസ്തു ആരാണ്? ക്രിസ്തു ആരാണ് എന്നുള്ള ആ ബോധ്യം അവർക്ക് മേരി ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് നയിക്കും. അതുപോലെ ഹോളി സ്പിരിറ്റ് എന്നാൽ ആരാണ്? അതേക്കുറിച്ച് കർത്താവ് നന്നായി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അപ്പോ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാരുടേതായ ആ കമ്മ്യൂണിറ്റിക്ക് ക്രൈസ്റ്റ് ആരാണ്, ഹോളി സ്പിരിറ്റ് ആരാണ്, മേരി ആരാണ്, ഈ രക്ഷ എന്താണ്, ഇതെല്ലാം നല്ല വ്യക്തമായിട്ട് അറിവുണ്ട്. അപ്പൊ ആ അറിവാണ് അവർ തലമുറകളിലേക്ക് പകർന്നത്. അപ്പൊ ചില തലമുറകൾ മാറിക്കഴിഞ്ഞപ്പോ ആളുകൾക്ക് സംശയം വരാൻ തുടങ്ങി, ഇതെങ്ങനെ സാധ്യമാവും? ക്രിസ്തു ജഡത്തിൽ വന്നു. അപ്പൊ അവർക്ക് ക്രിസ്തു ദൈവമാണെന്നുള്ളത് അറിയൂസ് നിഷേധിച്ചു കഴിഞ്ഞപ്പോ അറിയൂസിന്റെ വാദത്തെയൊക്കെ നിക്കിയ സുന്നഹദോസിൽ തള്ളുകയും അവര് നിഷ്കാസിതരാവുകയൊക്കെ ചെയ്തു. വീണ്ടും സഭ മുന്നോട്ട് പോയപ്പം
അടുത്ത കൂട്ടർക്ക് പിന്നെ സംശയം, അങ്ങനെ എങ്ങനെയാണ്? അപ്പോഴാണ് നെസ്തോറിയന്റെ സിദ്ധാന്തം നെസ്തോറിയൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതാണ് നെസ്തോറിയൻ പറഞ്ഞത്, ക്രിസ്തു ദൈവമായിരിക്കാം, പക്ഷേ മറിയം ഒരിക്കലും എന്താകുന്നില്ല, ദൈവത്തിന് മാതാവാകുന്നില്ല. അപ്പൊ അതേ തുടർന്ന് മാത്രം ക്രിസ്തുവിന്റെ മാതാവാണെന്ന് പറഞ്ഞു. ക്രിസ്തു യേശുവിന്റെ രണ്ട് വ്യക്തികളാണെന്ന് പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് അദ്ദേഹം വിളിച്ചു. ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് വിളിച്ചപ്പോൾ നമ്മുടെ അലക്സാണ്ട്രിയയിലെ സിറില് അദ്ദേഹമാണ് ഇതിനെ ഒപ്പോസ് ചെയ്ത് എഴുതുന്നത്. അതിനെയാണ് നമ്മൾ ആ അലക്സാണ്ട്രിയയിലെ സിറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്ക് പരിചയമില്ല. പക്ഷെ 5-ാം തുബ്ദനിലെ ഉന്നതപ്പെട്ട മാർ കൂറിലോസ് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരം സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും, അപ്പൊ ഇൻകാർണേഷൻ എന്നതില് ഏറ്റവും കാതലായ സംഭാവന നൽകിയ സഭാപിതാവാണ് മാർ കൂറിലോസ് അല്ലെങ്കിൽ സിറില്. ഈ കൂറിലോസ് എന്നുള്ള പേര് അതിന്റെ ഒരു ഫോമാണ് സിറിൽ എന്ന് പറയുന്നത്. മത്തായി എന്നുള്ളത് നമ്മൾ മാത്യു എന്നൊക്കെ പറയുന്നത്. ഈ സിറിലിനെ എല്ലാവർക്കും വേണം. അതാണ് ഏറ്റവും വലിയ തമാശ. അതായത് ഈസ്റ്റുകാരും കാതലിക്സും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് സിറിലിന്. പക്ഷെ സിറിൽ പറഞ്ഞതിനെ എന്ത് ചെയ്യുന്നില്ല, സിറിലിന്റെ കത്തുകൾ തിരുത്തിയ കത്തുകളുമായിട്ടാണ് അവർ പലയിടത്തും ചർച്ചയ്ക്ക് വന്നത്. അപ്പൊ അതിന്റെ ഒറിജിനൽ കത്തുകളുമായിട്ടാണ് നമ്മുടെ മാർ സേവേറിയോസ് പിതാവ്, അതായത് ഒറിജിനലി കൂറിലോസ് എന്താണ് എഴുതിയതെന്ന് അതാണ് സേവേറിയോസിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സേവേറിയോസിനോട് വിരോധം വന്നത്. സേവേറിയോസ് പാത്രിയർക്കീസ് ആണ് ഏറ്റവും ശക്തമായിട്ട് നിങ്ങൾ പറയുന്ന അല്ല സിറിൽ എഴുതിയത്. സിറിൽ പറഞ്ഞത് മിയ എന്ന വാക്ക് തന്നെ കൂറിലോസ് ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് മിയ ഫൈസിറ്റിസം എന്ന ക്രിസ്തുശാസ്ത്ര നിലപാട് നമ്മുടെ സഭ സ്വീകരിക്കാൻ കാരണം. ആ മിയ എന്ന വാക്ക് തന്നെ, മിയ എന്ന് പറഞ്ഞാൽ വണ്ണാണ്. അപ്പൊ അതാണ് ഈ എത്യോപ്യൻ ഓർത്തഡോക്സ് ചർച്ചൊക്കെ അവരുടെ പേരിൽ തന്നെ എഴുതി ചേർത്ത് വെച്ചിരിക്കും. അപ്പൊ അത്രമാത്രം നമ്മുടെ സഭയെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, പിൻപറ്റുന്ന പിതാവാണ് കൂറിലോസ് പിതാവ്. അദ്ദേഹത്തിന്റെ ഉപദേശത്തിലോ ദൈവശാസ്ത്ര ദർശനത്തിലോ ക്രിസ്തു ശാസ്ത്ര ബോധ്യത്തിലോ ഒന്നും വെള്ളം ചേർക്കുവാൻ നമ്മുടെ സഭ തയ്യാറായിട്ടില്ല. നമ്മൾ ആ കൃത്യമായ ആ പാരമ്പര്യത്തിലാണ് നിൽക്കുന്നത്. കൃത്യമായ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഇത് 4-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ അല്ലെ 5-ാം നൂറ്റാണ്ടിലോ ഒന്നും ഉണ്ടായ പാരമ്പര്യമല്ല, മറിച്ച് ഇത് അപ്പോസ്തോലിക പാരമ്പര്യമാണ്. അപ്പോസ്തോലന്മാർക്കുണ്ടായിരുന്ന ആ ബോധ്യം, ആ ദൈവദർശനം, അത് തലമുറകളിലേക്ക് പകർന്നതിൽ മായം കലരാതെ നമ്മൾ അതിനെ ശുദ്ധമായ രീതിയിൽ ആ പാരമ്പര്യത്തെ പിന്തുടർന്നു, അതിനെ നിലനിർത്തി സംരക്ഷിച്ചു, അത് തലമുറകൾക്ക് വേണ്ടി കൈമാറി. അതുകൊണ്ടാണ് ആ വിശ്വാസം വരുന്നത്. അപ്പൊ നെസ്തോറിയന്റെ വിശ്വാസവും കൂറിലോസിന്റെ വിശ്വാസവും തമ്മിൽ മാറ്റുരയ്ക്കപ്പെട്ട സുന്നോദോസ് ആണ് എഫേസോസിലെ സുന്നോദോസ്. ആ എഫേസോസിലെ സുന്നോദോസിന്റെ കൺക്ലൂഷൻ നമുക്കൊരു ടാഗ് ലൈൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ: മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. ഷീ ഈസ് ഹോളി തിയോട്ടോക്കോസ്. മേരി ഹോളി തിയോട്ടോക്കോസ്, പരിശുദ്ധ ദൈവമാതാവ്. പരിശുദ്ധ ദൈവമാതാവാണ് കന്യകാ മറിയം എന്ന് വിശ്വസിക്കാത്ത ഒരാൾക്കും ശരിയായ ക്രിസ്തു ശാസ്ത്ര ബോധ്യം ഇല്ല എന്നുള്ളതാണ്. അവര് പിന്നെ ഇപ്പോ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ഓട പോലെ അങ്ങനെയും പറയും ഇങ്ങനെയും പറയും. അപ്പൊ അവർ വിഷയം മാറ്റിവിടും. അവർക്കൊരിക്കലും വ്യക്തമായ ഉത്തരമില്ല. ഹു ഈസ് ജീസസ് ക്രൈസ്റ്റ്? ക്രിസ്തു ആരാണ് എന്നത് സത്യസന്ധമായി പഠിച്ചാൽ, ക്രിസ്തു ആരാണ് എന്നുള്ളത് സത്യസന്ധമായി ഗ്രഹിച്ചാൽ, ക്രിസ്തു ആരാണ് എന്നുള്ളതിനെ ബോധ്യമായാൽ, ആ ബോധ്യത്തോടു കൂടെ ദൈവമാതാവായ പരിശുദ്ധ അമ്മയും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. പരിശുദ്ധ അമ്മ ദൈവമാതാവല്ലാതെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് യുക്തിസഹമായ ഒരു വിശദീകരണം കൊടുക്കാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ കാരണം. ഞാനതുകൊണ്ടാണ് കൺവിൻസ്ഡ് ആയത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മലങ്കരയിലെ മാതാവിന്റെ ഏറ്റവും വലിയ പള്ളിയാണ് മണർകാട് പള്ളി. ഈ മണർകാട് പള്ളിയുടെ മുറ്റത്താണ് ഞാൻ ഉണ്ടായത്. മുറ്റത്തുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. അപ്പൊ ഞാന് ഈ ഉടുക്കാക്കുണ്ടന്മാരായിട്ട് ഓടി നടക്കുന്ന പ്രായം, തുണിയില്ലാതെ ഓടി നടക്കുന്ന പ്രായം തൊട്ട് ആ പള്ളിയുടെ മുറ്റത്തോട് ഓടി. അവിടുന്ന് ഞാൻ ആ പള്ളി വിട്ടിട്ട് ഈ പെന്തക്കോസ്തിലേക്ക് പോയി. കാരണം സത്യാന്വേഷിയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ഈ മാതാവ് വേണ്ട. അപ്പം ഇത് പറഞ്ഞാൽ വൈകാരികമല്ല എന്റെ തീരുമാനം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വൈകാരികമായിട്ടാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടതല്ലേ? വൈകാരികമല്ല. ഞാൻ ദൈവശാസ്ത്ര അന്വേഷണത്തിൽ എനിക്ക് ദൈവശാസ്ത്ര ബോധ്യം ഉണ്ടായി.
ഇറ്റ് ടുക്ക് സം ടൈം. അത് എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു സമയം അപഹരിച്ചു. എങ്കിലും ഞാനിപ്പോൾ സന്തോഷവാനാണ്. കാരണം ദൈവശാസ്ത്രപരമായ ഒരു ബോധ്യം കേവലം വൈകാരികമായിട്ടോ ആപേക്ഷികമായിട്ടോ ഒന്നും പറയുന്നതല്ല. കാരണം ഒരു ക്രിസ്തീയ ദൈവശാസ്ത്രം കറയില്ലാതെ, മനസാക്ഷിക്കുത്തില്ലാതെ, മറയില്ലാതെ, ലാഭേച്ഛയില്ലാതെ, സ്വാർത്ഥ താല്പര്യ ലക്ഷ്യങ്ങളില്ലാതെ, നിക്ഷിപ്ത താല്പര്യങ്ങളില്ലാതെ ഒക്കെ നമ്മൾ ദൈവശാസ്ത്രം പഠിച്ചാൽ ആ ദൈവശാസ്ത്രത്തിലെ ക്രിസ്തുശാസ്ത്ര ബോധ്യത്തിൽ ക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് നമ്മൾ സത്യസന്ധമായ നിലയ്ക്ക് ഉത്തരം കണ്ടെത്തിയാൽ ആ ഉത്തരത്തോടൊപ്പം പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കും. കാരണം മറിയം ദൈവമാതാവല്ലാതെ നമ്മുടെ ക്രിസ്തുശാസ്ത്രത്തിൽ യുക്തിസഹമായ വിശദീകരണം ഇല്ല. അതാണ് അതിന്റെ കാരണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗീതത്തിലേക്ക് പോകാം. എന്തിനായിരുന്നു ഇൻകാർണേഷൻ എന്നുള്ള ചോദ്യത്തിൽ അതും നമ്മുടെ നമസ്കാരത്തിലെ ഒരു പാട്ടിലൂടെ പറയുന്നുണ്ട്. നിർമ്മലമാ മുദ്രയും നിർമ്മലമായി എന്നുള്ളൊരു പാട്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. ആ സോങ് ഒരു സെക്കൻഡേ. അതെ, അപ്പൊ ആ ഗീതം നമ്മുടെ അത്താനസിയോസ് പിതാവ് പറഞ്ഞ ആ കാര്യമാണ്. എന്തിനാണ് ഇൻകാർണേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മെ തൻ പുത്രസുതരാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എല്ലാവരെയും തന്റെ പിതാവിന്റെ പുത്രന്മാരാക്കി മാറ്റാൻ വേണ്ടി അവൻ സ്വയം മനുഷ്യനായിട്ട് ജനിച്ചു. അതാണ് ആ പാട്ടിലൂടെ പറയുന്ന ദൈവശാസ്ത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഗാനമാണ്. അതേ ശ്രീവാ നമസ്കാരം തന്നെ പറയുന്നുണ്ട്. നയനാഗോചരമാ ഉയരത്തിൽ നിന്നും തൻ മഹാത്മ്യത്തെ താഴ്ത്തി സ്വഹിതത്താൽ നരനായി. ആ പാട്ടില് പറയുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ക്രിസ്തു പുത്രനായ ദൈവം തന്നെ തന്നെ താഴ്ത്തി ആ കന്യക മറിയാമിലൂടെ ജന്മമെടുക്കുമ്പോൾ അവൻ സ്വയം ആ ദൈവികമായ പദവികളും മഹത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു മനുഷ്യനായി ജീവിച്ചു. നമ്മൾ അവനെ കണ്ടുകൊണ്ട് ജീവിച്ച് ദൈവപുത്രന്മാരായി തീരുക എന്നുള്ളതാണ് ആ ഒരു ഗീതത്തിലൂടെ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിനെപ്പറ്റി ശിവശാനന്ദ ആഡ് ചെയ്യാനുണ്ടോ ആ പാട്ടില്? നയനാഗോചരമായ പാട്ട് 21ാമത്തെ പാട്ട്. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം. ഗിരിവാരിധിധരനാം നിന്നെ കന്യകയാമറിയാമേന്തി വീക്ഷപ്പെടാതവൾ ഗർഭിണിയാ വചനാതീതം പ്രസവിച്ചു. തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ. അപ്പൊ അവിടെ ആദ്യം നമ്മൾ ആ പാട്ടില് കേൾക്കുന്നത് കെനോസിസ് എന്നാണ്. കെനോസിസ് എന്നാണ് അതിനൊരു പ്രയോഗമുള്ളത്. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ
അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി ഈ താന്ന ലോകത്തേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനായി വിളങ്ങി. അതാണ് കെനോസിസ് എന്ന് പറയുന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ച് താഴേക്ക് വന്നു. അവൻ മറിയത്തിൽ നിന്ന് ശരീരിയായി തീർന്നു. അപ്പൊ അതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസായി പിന്നെ പാടുന്നത് ഈ സീനായി ഗിരിനിൻ സവിത വിറവുണ്ടു താതാത്മജത. ദൈവം ഇറങ്ങി വന്നപ്പോൾ ആ സീനായി മല പോലെ വിറച്ചു പോകാൻ തക്ക അത്ര അതിശക്തമായ ആ ശക്തനായ ദൈവം തന്നെത്താൻ താഴ്ത്തി ആ ബാലികയുടെ ഉള്ളിൽ വസിച്ചു. അതാണ് ആ രണ്ടാമത്തെ സ്റ്റാൻസായി പറയുന്നത്. അത് തന്നെ. ഇസ്രായേൽ മക്കള് പോരുമ്പം പർവ്വതങ്ങൾ കത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഗിരിവാരിധി തരന സമുദ്രത്തെയും പർവ്വതങ്ങളെയും എല്ലാം വഹിക്കുന്നവനെ കന്യക ഉദരത്തിൽ അപ്പൊ ആ കന്യകയെ വാഴ്ത്തുകയാണ്. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അപ്പൊ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവശാസ്ത്രം മനസ്സിലാകുന്നില്ല. എന്താണ് ഈ ക്രിസ്തുമസിന്റെ ജോയ്? എന്താ ജോയ് ടു ദ വേൾഡ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ പാടും. പക്ഷെ എന്താണ് ആ ജോയ്? ജോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീനാവസ്ഥയിലേക്ക്, അതായത് ഈ തേജോമയനായ ദൈവം ആദാമിന്റെ സ്കിന്നിലേക്ക് ഇറങ്ങി വന്നു. ഹി കെയിം ഡൗൺ ഇൻ ടു ദ ഡാർക്ക്നെസ് ഓഫ് ആദം. ആദാമിന്റെ ഇരുളുകളിലേക്ക്, മനുഷ്യന്റെ ഇരുളുകളിൽ. അതുകൊണ്ടാണ് ആ പാട്ടിനകത്ത് ആദിവ്യാധി, അത് ഒരുമാതിരി രോഗശാന്തിയുടെ പാട്ടല്ല, അത് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആ കേൾക്കുന്നത്. അതായത് കേട്ടാ ആ ഒരു വാക്ക് ആദിവ്യാധികളെ കേൾക്കാം. അത് ഈ ആദാമിന്റെ സ്കിന്നിലേക്ക് ലോഗോസ് ഇറങ്ങി വന്നു. ആദാമിന്റെ കണ്ണുകളിലൂടെ അവൻ ലോകത്തെ കണ്ടു. മനുഷ്യരുടെ എല്ലാ വീഴ്ചയുടേതായ ഭാരത്തെയും കണ്ടു. അതാണ് ഓരോ രോഗത്തെയും സുഖപ്പെടുത്തുന്നത്, പരിമിതികളെ പരിഹരിക്കുന്നത്. പ്രകൃതി ക്ഷോഭങ്ങൾ, ഇപ്പൊ കാറ്റടിക്കുന്നു, കടൽ ഇളകുന്നു, ഇതൊക്കെ മനുഷ്യന്റെ പ്രോബ്ലം. എന്താ മനുഷ്യന്റെ പ്രോബ്ലം? നാച്ചുറൽ കലാമിറ്റീസ്, സിക്നസ്, ഡിസീസസ്, പിന്നെ എയിൽമെന്റ്, തളർന്നു കിടക്കുന്നു, കാലൊടിഞ്ഞു കിടക്കുന്നു, അന്ധനായിരിക്കുന്നു, ചെവി കേൾക്കാതിരിക്കുന്നു, ഊമനായിരിക്കുന്നു, പിന്നെ ദാരിദ്ര്യം, കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കുന്നു, മത്സ്യം പെരുത്ത മീൻകൂട്ടത്തെ പിടിച്ചു കൊടുക്കുന്നു, മത്സ്യത്തിന്റെ വായിൽ നിന്ന് നാണയം എടുക്കുന്നു, അവസാനം മരിച്ചാരെ ഉയർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വീഴ്ച നിമിത്തം വന്ന എല്ലാ പ്രോബ്ലങ്ങളെയും പരിഹരിച്ച് കാണിക്കുകയാണ്. എല്ലാ പ്രോബ്ലങ്ങളെയും, അതായത് ആദാമിന്റെ സ്കിന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് ഒടുവിലായി സ്വയം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ്. ഇതാണ് ഇൻകാർണേഷന്റെ അതാണ് ജോയ് ടു ദ വേൾഡ് എന്ന് പാടുന്നത്. അപ്പൊ ഈ ഇൻകാർണേഷൻ സംഭവിച്ചത് അവൻ മനുഷ്യനായി എന്നുള്ള ആ വലിയ സന്തോഷമാണ് ക്രിസ്ത്യാനിറ്റിയുടെ സോള്. അതിനകത്ത് മാതാവിന് അദ്വിതീയമായ സ്ഥാനമുണ്ട്. കാരണം മാതാവിനെ മാറ്റി നിർത്തി ഒരു തിയോളജി ഇല്ല. മാതാവിനെ മാറ്റി നിർത്തി കഴിയുമ്പോൾ അവൻ എങ്ങനെയോ ഒരു മായാവി വന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഈ പ്രൊട്ടസ്റ്റന്റ് വേൾഡിൽ നിന്നുള്ള ഒരു വാദങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, മാതാവിന് ഇത്ര വലിയ പ്രാധാന്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു മുട്ടത്തോട് പോലെ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ദൈവം ഒരു പന്ത് പോലെ വന്ന് മാതാവിന്റെ ഉദരത്തിൽ ഒരു പൂക്കൾക്കൊടി ബന്ധമില്ലാതെ ഇരുന്നു. അപ്പം അങ്ങനത്തെ വാദങ്ങൾ വരുന്നത് ഈ ഒരു തിയോളജിയുടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെ അതെ അതെ, അവരുടെ അപക്വമായ തിയോളജിയാണ്, അതെ, മച്യൂർ തിയോളജി അല്ല അവരുടെ. അതേ തിയോളജികൾ നമ്മൾ പണ്ടുള്ള സഭ, ഏർലി ചർച്ച് മാത്രമല്ല ഇപ്പോഴും നമ്മൾ അത് തന്നെ പല ഭാഗത്തുനിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ മറുപടി പറയാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പെന്തക്കോസ്റ്റൽ തിയോളജിയിലെ പൊരുത്തക്കേടുകളെ മനസ്സിലാക്കിയപ്പോ ഞാൻ പഠിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ പഠിച്ച് പൊരുത്തക്കേടുകൾ മനസ്സിലാക്കി ഞാൻ വിശ്വാസത്തെ നിരാകരിക്കാൻ തീരുമാനിച്ചു. അതൊരു വൈകാരികമല്ല, അത് ബൗദ്ധികമായിട്ടാണ്. ബൗദ്ധികമായിട്ട് ദൈക്ഷണിക നിലവാരത്തിൽ ഞാൻ ഈ വിശ്വാസം അങ്ങ് ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു.
കാരണം ഇതൊരു വിഡ്ഢിത്തമാണ്. കാരണം ഒത്തിരി ആളുകൾ എത്തീസ്റ്റുകളായി പോകും. പിന്നെ പെന്റക്കോസ്റ്റിൽ നിൽക്കുന്നവർ തന്നെ നല്ല ശതമാനം ചെറുപ്പക്കാർ എത്തീസ്റ്റുകളാണ് ഇപ്പോൾ തന്നെ. അവര് പിന്നെ ദേ പ്രിറ്റൻഡ് ആസ് ബിലീവേഴ്സ്. അവര് എനിക്ക് നേരിട്ട് അറിയാവുന്ന, കാരണം അവര് നിൽക്കുന്ന കാരണം സൊസൈറ്റി സോഷ്യൽ ലൈഫൊക്കെ ഓർത്ത് അങ്ങ് നിൽക്കുന്ന 10 പേരുടെ വർത്താനം പറയാനും മിണ്ടാനും കൂടാനും കൂടെ കൂട്ടാനും ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് നിൽക്കണം. കമ്മ്യൂണിറ്റിയിൽ എക്സ്കമ്മ്യൂണിക്കേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അവരുടെ സോളിൽ വിശ്വാസമൊന്നുമില്ല. എനിക്ക് നേരിട്ട് അറിയാം ധാരാളം ചെറുപ്പക്കാർ. അപ്പൊ I was one among them. അപ്പൊ ഞാന് ആ സമയത്താണ് ഓർത്തഡോക്സ് തിയോളജിയും കൂടെ നോക്കാം. കാരണം ഇനി ഏർലി ചർച്ച് ഫാദേഴ്സ് എന്താണ് പറഞ്ഞത്, എന്തിനാണ് അവർ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഏർലി ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിങ്സിലേക്ക് തിരിയുന്നത്. അങ്ങനെ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻറ്റയർലി ഡിഫറൻറ്റ് തിയോളജി, ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ് ആണ് അവരുടേത്. അതെന്നെ ആശ്ചര്യപ്പെടും. അങ്ങനെ ഞാൻ ഏർലി ചർച്ച് ഫാദേഴ്സിന്റെ കണ്ണിലൂടെ ദൈവശാസ്ത്രം പഠിച്ചപ്പോൾ എനിക്ക് നല്ല ബോധ്യവും ഉറപ്പും വന്നു എന്താണ് ക്രിസ്തീയ ദൈവം. പക്ഷെ അപ്പോൾ അതും ഈ പെന്തക്കോസ്റ്റൽ തിയോളജി ആയിട്ട് ക്ലാഷായി. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഇത്ര വലിയൊരു സത്യം, ഇത്ര വലിയൊരു, പ്രത്യേകിച്ച് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ആളാണ്. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് തന്നെ ബോധ്യവും വന്നു. അപ്പൊ ആ വിശ്വാസം മുറുകെ പിടിക്കുക. പിന്നീട് ഞാൻ വിചാരിച്ചു എന്നെ പോലെ തന്നെ കഷ്ടത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ദൈവശാസ്ത്ര പ്രതിസന്ധിയിലിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഓർത്താണ് ഞാനിത്. എനിക്കല്ലാതെ പെന്തക്കോസ്തുകാരുടെ ഒരു വിരോധം ഉണ്ടായിട്ട് അല്ല ഞാനത് പറഞ്ഞത്. കാരണം ധാരാളം ആളുകൾ ഒരുമിച്ച് നശിച്ചു പോവുക, കൂട്ടത്തോടെ നശിച്ചു പോവുക. അതുകൊണ്ടാണ് സത്യമായ, ശുദ്ധമായ, കൃത്യമായ, വ്യക്തമായ, സുതാര്യമായ, സ്ഫടിക സമമായിരിക്കുന്ന ആ ഓർത്തോഡോക്സ വിശ്വാസത്തെ ഞാൻ പറയാൻ തുടങ്ങി. ഇതാണ് ദിസ് ഈസ് ദ ട്രൂത്ത്, ദിസ് ഈസ് ട്രൂ തിയോളജി. ഓൾ വെസ്റ്റേൺ തിയോളജി ഈസ് ജസ്റ്റ് നത്തിങ് ബട്ട് ഹെരസി, ക്രാപ്പാണ്. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ ഈ കർത്താവിന്റെ ജനനമായിട്ട് അതിന് മുമ്പായിട്ട് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മാതാവിന്റെ അടുത്തേക്ക് വരുന്ന അനൗൺസിയേഷൻ, ആ ഒരു പെരുന്നാളിനെ പറ്റി നമുക്ക് അല്പം ധ്യാനിക്കാം. അതില് ഇതിനെപ്പറ്റി മനോഹരമായ ആ രംഗം നമ്മുടെ പല ആരാധനാ ഗീതങ്ങളിലും വിവരിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വിശുദ്ധ ലൂക്കോസ് ആ സുവിശേഷം എഴുതുമ്പോൾ എഴുതുകയാണ്, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടത് അത് ക്രമമായി എഴുതുന്നത് നല്ലതെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്ന് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഏർലി ചർച്ചിലുള്ള ആൾക്കാരുടെ ചർച്ച നടത്തിയിട്ടാണ് അതിൽ ആ ജനനത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് നമുക്ക് അനുമാനിക്കാം. പരിശുദ്ധ മാതാവിനോട് അല്ലെങ്കിൽ എലിസബ, യോഹന, അവരുടെ ആ ഒരു ഏർലി കമ്മ്യൂണിറ്റിയോട് സംസാരിച്ചിട്ട് കൃത്യമായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ മാലാഖ വന്നതും ആട്ടിടയന്മാരുടെ അടുത്ത് മാലാഖമാർ പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനത്തെ എല്ലാ വിവരണങ്ങളും. അപ്പം ഈ മാലാഖ ഇറങ്ങി വരുന്നതിനെ പറ്റി കുറെ ഗീതങ്ങളുണ്ടെങ്കിലും എരുതി നിരവിട്ടീറിയ ദൂതൻ ഇറങ്ങി വന്നു, ആ ഒരു പാട്ട് നമുക്ക് ഈ ആ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് മുമ്പോട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതമോടുമറിയാം ഗൃഹമതിൽ നസറേത്തിൽ ചൊല്ലീത് നിന്നോട് കൂടെ കർത്താവീ മന്നിടമഖിലും പാലീപ്പോ. പറഞ്ഞോ. ആ മാതാവിനെ ഗബ്രിയേൽ മാലാഖ വന്ന് സല്യൂട്ട് ചെയ്തത് ഹെയിൽ മേരി എന്നാണ് ഇംഗ്ലീഷിൽ നമ്മുടെ വായിക്കുമ്പോൾ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. മലയാളത്തിൽ എഴുതുമ്പോഴും ആ ഹെയിൽ എന്ന ഇംഗ്ലീഷിലെ ആ വാക്കിന്റെ ഒറിജിനൽ വാക്ക് ഗ്രീക്കിൽ ഒറിജിനലായിട്ട് അവർ എഴുതുമ്പോൾ എന്തായിരുന്നു, അതിനെപ്പറ്റി കഴിഞ്ഞ ലൈവുകളിൽ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് പറയാമോ അതിനെപ്പറ്റി? അതെ അതെ, അത് പിന്നെ രാജാക്കന്മാർക്ക് നൽകുന്ന അഭിസംബോധനയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെയിൽ മേരി എന്നാണ്. അപ്പൊ മാതാവിന് ജയം പറയുകയാണ്, രാജാവ് ജയിക്കട്ടെ. അപ്പൊ ആ സെയിം വാക്കാണ് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തില് ഒരു കോല് കൊടുത്തിട്ട് പടയാളികൾ യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പം അതാണ്.
നല്ലൊരു പാട്ടല്ലേ ആ എരുതി നിലവിട്ട് ഇറങ്ങി ചെന്നുള്ള പാട്ട്. ആ പാട്ടിന്റെ ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ദൈവം അവളെ ഇറങ്ങി, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. പല പല ദൃഷ്ടാന്തങ്ങളിലൂടെ മാതാവിനെ കാണിക്കുന്നുണ്ട്. ആ മോശ ദർശിച്ച ആ ഒരു അഗ്നി, അല്ലേ? അതെ. അപ്പൊ നമുക്ക് ആ സല്യൂട്ടേഷനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് സംസാരിക്കാം. ആ വാക്ക് കേട്ട് പരിശുദ്ധ മാതാവ് ഭ്രമിക്കുകയാണ്, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ച്. അപ്പോഴ് ആ സല്യൂട്ടേഷൻ കൊണ്ട് ഒരു സംരംഭം ഉണ്ടായി. അതിനുശേഷം ദൂതൻ പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഈ ഒരു വാക്ക് പരിശുദ്ധ മാതാവിനോടാണ് ദൂതൻ പറയുന്നത്. മാതാവ് മാത്രമാണ് അതിന്റെ ഒരു വിറ്റ്നസ്. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ദൈവശാസ്ത്രം മുഴുവൻ ഒരു വിധത്തിൽ ആ മാതാവിന്റെ ആ ഒരു വാക്കിലാണ് നിൽക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? 7 പ്രവചനം സ്പീക്കർ 7 പ്രവചനമാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറയുന്നത്. 7 പ്രവചനം. അതിനകത്ത് 7 പ്രവചനമുണ്ട്. 7 prophecies are there. അപ്പം എന്ന് പറഞ്ഞാൽ രക്ഷാകര പദ്ധതി മുഴുവനായി അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. രക്ഷാകര പദ്ധതി, ദ സ്കീം ഓഫ് റിഡംഷൻ കംപ്ലീറ്റ് 7 സ്റ്റെപ്പായിട്ട് മാലാഖ പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധ മറിയത്തോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞത്? ഇതെല്ലാം മാതാവിന്റെ വാക്കുകളാണ്. മാതാവിനെ പോയി ഇന്റർവ്യൂ ചെയ്തിട്ടാണ് വിശുദ്ധ ലൂക്കോസ് ഇതെല്ലാം എഴുതുന്നത്. പിന്നീട് ഈ ലൂക്കോസ് പൗലുസ്ലിഹായുടെ ഒരു സഹചാരിയായിരുന്നു. പൗലുസ്ലിഹായ്ക്ക് മാതാവിനെ കുറിച്ച് അറിവ് കിട്ടുന്ന ലൂക്കോസ് ത്രൂ ആയിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഭാഗ്യം കിട്ടിയത് യോഹന്നാൻ സ്ലീഹായ്ക്കാണ്. യോഹന്നാൻ സ്ലീഹ 14 വർഷവും 4 മാസവും മാതാവിനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് ആ കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അതേക്കുറിച്ച് ഇന്ന് നമ്മുടെ ലൈവിൽ ആരോ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും യോഹന്നാൻ സ്ലീഹായ്ക്ക് സ്നേഹത്തെ കുറിച്ച് കൂടുതൽ ബോധ്യം കിട്ടിയതെന്ന്, അല്ലേ? അതെ. അപ്പം ആദിമസഭ മാതാവിനെ ശുൽത്തോ എന്നാണ് വിളിച്ചതെന്ന് കേട്ടിട്ടുണ്ട്, കന്യക. അപ്പൊ ഈ കന്യക എന്നതിനെ പറ്റി ചുറ്റിപ്പറ്റിയും വലിയ ആരോപണങ്ങള് പ്രൊട്ടസ്റ്റന്റ് വേൾഡ് നമ്മൾ കേൾക്കാറുണ്ട്. കന്യക എന്ന് പറയുന്നത് നിത്യകന്യക അല്ലായിരുന്നു, വീണ്ടും മക്കളുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു സ്വാഭാവികമായിട്ട് വരുന്ന സംശയം, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ദൂതൻ വന്നിട്ട് നിനക്കൊരു മകനുണ്ടാവും, ഇന്ന് മകനുണ്ടാവുമെന്ന്, എത്ര നാൾ കഴിഞ്ഞുണ്ടാവുമെന്ന് ഒന്നും പറയുന്നില്ല. അവിടെ വെച്ച് പറയുമ്പോൾ ഇത്രയധികം സംഭ്രമിക്കേണ്ടതോ അതിശയിക്കേണ്ടതോ ഒരു കാര്യമില്ല. ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ അപ്പം പൗലോസ് ലേഖ നമ്മൾ സുബിച്ചാൻ തന്നെ നേരത്തെ ഒരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ കന്യകമാരെ കുറിച്ച് എനിക്ക് ഉപദേശമില്ല പൗലോസ് ലേഖ. കൊരിന്ത്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. ഫൂളിഷ് ക്വസ്റ്റ്യൻ. അതല്ല ചോദ്യത്തിന്റെ അർത്ഥം. ഞാൻ പുരുഷനെ അറിയാൻ ഉദ്ദേശമില്ലാതിരിക്കെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു നിത്യ കന്യകാ വ്രതത്തിലായതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും ആ ചോദ്യം. അതായത് എനിക്ക് പുരുഷനെ അറിയാൻ ഒരു ഉദ്ദേശം ഇല്ലാതിരിക്കെ ഇതെങ്ങനെ സാധിക്കും? അതെ. ദാറ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഫോം മേക്ക് മോർ സെൻസ്. അതെ, അതാണ് ശരിക്കും ആ ചോദ്യത്തിന്റെ അർത്ഥം. എനിക്ക് പുരുഷനെ അറിയാൻ ഉദ്ദേശമില്ല, അത് എനിക്കറിയാൻ നിനക്കും അറിയാം. നീ കാരണം യു ആർ ഫ്രം ഗോഡ്, ഞാൻ വ്രതസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് വ്രതമോടു നിന്നെ പ്രസവിച്ച നിർമ്മല എന്ത് വ്രതമാണ്? ഒത്തിരി ആളുകൾ വിചാരിക്കുന്നത് ദൈവോത്രൻ പ്രഗ്നന്റ് ആയി, ഇനി ഇത് അബോർട്ടൊന്നും ആയി പോകാതെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് സ്വത്രി പ്രസവം വരത്തേക്കുള്ള ഒരു വ്രതം എടുത്തു. അതല്ല, കന്യാവ്രതം. ആ പാട്ടിനകത്ത് പറയുന്നത് വ്രതമോടു നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടു കൂടെ. എന്ത് വ്രതമാണ്? കന്യാവ്രതത്തോടു കൂടെ നിന്നെ പ്രസവിച്ചു. അതാണ്
അതിന്റെ അർത്ഥം. കന്യാവ്രതത്തോടു കൂടെ അതെങ്ങനെ സംഭവിക്കും? അപ്പൊ ഈ പെന്തക്കോസ്റ്റൽ വിഭാഗക്കാരുടെ പ്രധാനപ്പെട്ട ആരോപണമാണ്. ഇപ്പൊ ഞാൻ ഈ കൈ എഴുതുന്നൊരു കാര്യം, ഈ 25 വർഷം ഞാൻ പെന്തക്കോസ്റ്റിൽ പ്രസംഗിച്ചെങ്കിലും ഞാൻ പരിശുദ്ധ കന്യാമറിയത്തിൽ ഒരിക്കൽ പോലും ബള്ള് പറയാൻ പോയിട്ടില്ല. എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. അത് തന്നെയല്ലേ എൻ്റെ കൂടെ എൻ്റെ ഒരു ട്രെയിനിങ്ങിൽ വന്നിട്ടുള്ള ഒരു 200ഓളം പാസ്റ്റർമാര് ഉണ്ട്. അവരാരും പറഞ്ഞിട്ട്, അവരിന്നും ഈ അടുത്ത ദിവസങ്ങളിൽ അവരിൽ പലരെന്നെ വിളിച്ചു പറഞ്ഞു, ദൈവകൃപയാൽ അത് എൻ്റെ കൂടെ ആയിരുന്നവരാരും അത് ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ മാതാവിനെ ബള്ള് പറയും. പക്ഷേ ഈ പറയുന്നവര് പറയുന്നത് പ്രസവിച്ചവൾ എങ്ങനെയാ കന്യകയാകും? അവരുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്താന്ന് ഷിബുവിന് അറിയോ? അതാ മുൾമര നടുവിന്നുള്ള പാട്ടിൽ അതിന്റെ ആൻസർ ഉണ്ട്. അത് ദൈവശാസ്ത്രമല്ലേ, ഇവന്മാർക്ക് എന്ത് കൊടുക്കണ്ടേ? ഈ സാധാരണ ചോദ്യത്തിന്റെ ഉത്തരം അത് പ്രസവിച്ചവൾ എങ്ങനെയാ കന്യകയാണ്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാ? ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നേ ലോജിക്കൽ ആൻസർ വേണം. പ്രസവിച്ചവള് എങ്ങനെ കന്യകയാകും? അതിന്റെ ലോജിക്കൽ ആൻസർ ഉണ്ട്. അതിന്റെ ലോജിക്കൽ ആൻസർ ഇതാണ്. എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. കാരണം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ കൊടുക്കേണ്ട മറുപടിയാ പ്രസവിച്ചവൾ എങ്ങനെയാണ് കന്യകയാകുന്നത്. അപ്പൊ അവരോട് ചോദിക്കണം, കന്യക എങ്ങനെയാ ഗർഭിണിയാകും? കന്യകയ്ക്ക് ഗർഭിണിയാകാമെങ്കിൽ അത് തിരുവഴുത്തിലുണ്ടല്ലോ, അവന്റെ പുസ്തകത്തിലുണ്ടല്ലോ. ഇത് അവര് പറയുന്ന അവരുടെ പുസ്തകമാണ്. ഓക്കെ, അപ്പൊ കന്യക ഗർഭിണിയാകുമെങ്കിൽ പ്രസവിച്ചവൾ കന്യകയാവും. അപ്പൊ പ്രസവിച്ചവൾ കന്യകയാണ് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കന്യക ഗർഭിണിയായെന്ന് വിശ്വസിക്കാൻ നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് വരും. ഈ നാട്ടുകാരോട് നിങ്ങൾ എന്ത് പറയും? അപ്പൊ ഇവരെന്തിനെ പരിഹസിക്കുന്നു? അത് സ്വയം കുഴി തോണ്ടെന്നാണ്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇതിൽ ബുദ്ധിമുട്ടുള്ളവർ ഇത് വിട്ടുപോകുക എന്നുള്ളതാണ്. ഇത് പിന്നീട് ചുമ്മാ ആളുകള് 60 രൂപയ്ക്ക് ബൈബിൾ മേടിച്ചു വെച്ചിട്ട് ഈ മനുഷ്യരെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ചോദ്യങ്ങളുമായിട്ട്. അപ്പം ആദ്യം മുതലേ ഈ കന്യകാ ജനത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിനുള്ള ഒരു ആൻസറും നമ്മൾ ആ ഒരു പാട്ടിൽ കൂടെ സഭ അത് പറയുന്നുണ്ട്. ആ 3 ഉദാഹരണങ്ങൾ. അത്ഭുതമാം ഫലമേകും വൃക്ഷം, അത് നമുക്കൊന്ന് കേൾക്കാം. പിന്നെ അത്ഭുതമാം ഫലമേകും വൃക്ഷം, ആ കുഞ്ഞാടിന് ജനിച്ച വൃക്ഷം. തീക്കൽ പാറയിൽ നിന്ന് ജലമുണ്ടായത്. മൂന്നാമത് മത്സ്യത്തിന്റെ വായിൽ നിന്ന് ഇസ്തീറ കിട്ടിയത്. അതിനെപ്പറ്റി ഷിബുജാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കുഞ്ഞാടുണ്ടായൊരു മരവും നാണയമരുളിയ മത്സ്യമതും അല്ലേ തീക്കൽ പാറ. അപ്പൊ അത് 3ഉം മാതാവിനെ വെളിപ്പെടുത്തുന്നു. അത് നമ്മളെ പഴയ നിയമത്തിൽ നിന്ന് കാണുന്ന. അതുപോലെ തന്നെ നമ്മുടെ ശിംശോൻ രോമക്കുപ്പായം കൊണ്ടൊരു പരീക്ഷണം നടത്തുന്നത്. രോമക്കുപ്പായം കൊണ്ടുള്ള പരീക്ഷണം നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 1ാമത്തെ ദിവസം രോമക്കുപ്പായത്തിൽ മാത്രം കാണുന്നു. പിറ്റേ ദിവസം അതിന് പുറത്തെല്ലായിടത്തും മഞ്ഞ് കാണുന്നു. രോമക്കുപ്പായം മഞ്ഞില്ലാതിരിക്കുന്നു. അതെ, അങ്ങനത്തെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. ആ കൊരിന്ത്യ ലേഖനത്തിലെ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാം. എന്താണ് കന്യകമാരെ പറ്റി പൗലോസ് പറയുന്നത്? 1 കൊരിന്ത്യർ
പറഞ്ഞോ ഷൂ പറഞ്ഞു. ഓക്കെ, അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരുവൻ ഞാൻ ബൈബിൾ വേഴ്സ് നോക്കിയോട്ടെ. വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഒരുവൻ തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യകയോട് വികാരത്തിന് അടിമയായി അനുചിതമായി പെരുമാറാൻ തോന്നുകയും അവർക്ക് പ്രായം കടന്നുപോവുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹം ചെയ്യട്ടെ. ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചു എങ്കിൽ അവൻ ചെയ്യുന്നത് നല്ലത്. അങ്ങനെ ഒരുവൻ തന്റെ കന്യകയെ വിവാഹം കഴിക്കുന്നത് നല്ലത്, വിവാഹം കഴിക്കാതിരിക്കുന്നത് ഏറെ നല്ലത്. നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നും ഈ കന്യക എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം മകളെ പറ്റിയാണ്. അപ്പാണ് പറയുന്നത് അല്ല, കന്യകയെ വിവാഹം ചെയ്യാതിരിക്കുന്നതും വിവാഹം ചെയ്യുന്നതും നല്ലത്. അല്ല, വിവാഹം അതിനെ പറ്റി പറയുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു രീതിയാണ് കന്യാവ്രതം എടുത്തവരെ അത് സൂക്ഷിക്കാനായിട്ട് അനുയോജ്യരായ പുരുഷന്മാർക്ക് വിവാഹ നിശ്ചയം ചെയ്തു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു, ഇല്ലേ? അത് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ആ ഒരു സിറ്റുവേഷൻ അതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ഈ കന്യാവ്രതം എടുത്തിരുന്ന മറിയമിനെ എങ്ങനെയാണ് യോസേപ്പ് പിതാവിന്റെ കയ്യിലേക്ക് വന്നത് എന്നും ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് വിവാഹ നിശ്ചയം ചെയ്തു എന്നുള്ളതാണ്. വിവാഹ നിശ്ചയം ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, യോസഫിന് വിവാഹ നിശ്ചയം ചെയ്യാതെയാണ് ഈ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്നതെങ്കിൽ അവക്ക് ലോകാപവാദം ഉണ്ടാകും. അതെ. അപ്പൊ പിന്നെ യഹൂദന്റെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ ഒരു സംരക്ഷകനായ ഒരു പുരുഷന്റെ ആവശ്യം അവിടെ ഉണ്ട്. അപ്പൊ അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യോസേപ്പ് പിതാവ്. അല്ലാതെ അത് സ്വാഭാവികമായ ഒരു കുടുംബജീവിതമല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ യോസഫിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ദൈവിക നിർദ്ദേശങ്ങൾ അനുസരിച്ച് യോസഫ് പ്രവർത്തിക്കുകയും ചെയ്തു. അതെ, ഓക്കെ. ഇനി നമുക്ക് അടുത്തായിട്ട് മാതാവിന്റെ ആ താഴ്മയെ പറ്റി ചിന്തിക്കാം. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയണം. ഈ പിന്നീട് പരിശുദ്ധ മറിയത്തിന് മറ്റു മക്കളുണ്ടായി എന്ന് പറയുന്ന ആളുകൾ എത്ര വലിയ അബദ്ധം, എത്ര വലിയ ദൂഷണമാണ് പറയുന്നത്. കാരണം ഒന്നാമത് ഒരു കുഞ്ഞുണ്ടായി, രണ്ടാമത്തെ കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ അതേ പിതാവിൽ നിന്ന് വേണ്ടേ ഉണ്ടാകാൻ? അതല്ലേ സുചരിതയായ സ്ത്രീകൾക്ക് ഭൂഷണമായിരിക്കുന്നു. ഇപ്പൊ ആദ്യം മത്തായിയിൽ നിന്ന് ഒരു മകനുണ്ടായി, പിന്നെ തോമാച്ചനിൽ നിന്ന് മകളുണ്ടായി, പിന്നെ നാരായണിൽ നിന്ന് വേറൊരു മകനുണ്ടായി, അത് കഴിഞ്ഞപ്പോ അബ്ദുള്ളയിൽ നിന്ന് പിന്നെ ഒരു മകനുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ എന്താ വിളിക്കുന്നത്? അപ്പൊ ആദ്യം ആരിൽ നിന്ന് ഒരു മകനെ കിട്ടിയോ ആ വ്യക്തിയിൽ നിന്ന് തന്നെ വേണം അടുത്ത കുഞ്ഞുണ്ടായെങ്കിൽ ഉണ്ടാകാൻ. ആണോ? അപ്പൊ പരിശുദ്ധ മറിയത്തിന് മറ്റു മക്കളുണ്ട് എന്ന് പറയുന്ന ആളുകൾ ദൈവത്തിന് മറ്റു മക്കളുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. എന്റെ പോയിന്റാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ അത് പ്രത്യേകം പറയുന്നത്. വിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവ് വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരമായി തീർന്നു. ആ ഒരു ജനനം മാത്രമേ അവിടെ ഉള്ളൂ. മറ്റൊരു വിശുദ്ധ റൂഹായിൽ നിന്നും വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരമായി തീർന്നെങ്കിൽ മറിയം രണ്ടാമത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതും വിശുദ്ധ റൂഹായിൽ നിന്നായിരിക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്നുള്ള വലിയ വിശ്വാസത്തെ ഇവര് നിരാകരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ഏകജാതനാണെങ്കിൽ മറിയത്തിന്റെയും ഏകജാതനാണ്. ഇനി യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് ഒരു പുരുഷന്റെ ഭാര്യ പ്രസവിച്ചിട്ട് ആ പുരുഷന്റെ ഭാര്യ മറ്റൊരു പുരുഷനിൽ നിന്ന് ഗർഭം ധരിച്ച് പ്രസവിക്കണമെങ്കിൽ ഒന്നാമത്തെ പുരുഷൻ മരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം മരിച്ചു പോയെന്ന് പറയേണ്ടി വരും. അവരുടെ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് മനസ്സിലായി. അതായത് ദൈവം മരിച്ചു പോകാത്തിടത്തോളം കാലം പരിശുദ്ധ മറിയം കന്യകയായി നിലനിൽക്കും. അതുകൊണ്ടാണ് അത്താനാസ്യോസ് ബാവ എവർ വിർജിൻ മേരി എന്ന് തന്റെ കത്തുകൾക്കകത്തെല്ലാം എപ്പോൾ മേരിയെ പരാമർശിച്ചാലും അത്താനാസ്യോസ് ബാവ എവർ വിർജിൻ എന്ന് എഴുതിയിട്ടുള്ളൂ. എവർ വിർജിൻ മേരി. ഇനി അടുത്തായിട്ട് മാതാവിന്റെ ആ താഴ്മയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. അതില് മാതാവ് അത് നമ്മൾ പറയുന്നുണ്ട്, ഈ ആട്ടിടയന്മാർ വന്ന് മാതാവിനെ കണ്ടു കഴിയുമ്പോൾ അവൾ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ കിട്ടിയ ന്യൂസുകളെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവമല്ല. വളരെ ഏറ്റവും താഴ്മപ്പെട്ട ഒരു മാതാവാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് കേൾക്കാം. ധന്യേ നിൻ പ്രാർത്ഥന മേവട്ടെ എന്നുള്ള ആ ഒരു ഗീതം. കേട്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ കേട്ടു. മാതാവിന്റെ താഴ്മയെ പറ്റി പറയുന്ന ധന്യ നിൻ പ്രാർത്ഥന മേവട്ടെ എന്നുള്ള പാട്ട് നമ്മളൊന്ന് കേൾക്കുക.
ധന്യേ നിൻ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടും നീ ചാർത്തന കേട്ടി തേകിടട്ടെ പുണ്യം നാഥൻ ഇന്ദുനത്യം ഭൂമികപുത്രീ തുന്നായുന്ന ചുന്നിടും ഞാൻ സംഭ്രമമാർന്നീട്ടൽപുതപൂർവം തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിധേ ചേർത്തു ദൈവസുതൻ തൻ മാതാവാകാ തിരുഹിതമാർന്നാൾ സൗമ്യരിലെല്ലാം നിങ്ങമരം ഞാൻ ഇന്നുര ചെയ്തോ ജാതരിലേറ്റം താഴ്ത്തപ്പെട്ടുള്ളവളിൽ പാർത്താം ആരുമുയർത്തപ്പെട്ടിതുപോ അതിനാൽ സ്പഷ്ടം മാറിയാമേ പോ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല 9 മാസം നിന്നേറ്റോ തൻ പ്രാർത്ഥനയാ ദൈവാത്മജനെ കോപത്തിന്തൊഴിവാക്കേണം ആ പാട്ടിന്റെ അവസാനം മറിയാമെ പോലെ ആരും താഴ്മപ്പെട്ടിട്ടില്ല എന്നാണ് നല്ല പുതിയ വേഷങ്ങളുള്ളത്. അതിനെപ്പറ്റി നമുക്കൊന്ന് പറയാം. അതുകൊണ്ട് ഏറ്റവും താഴ്ത്തിയത് കൊണ്ട്, സ്വയം താഴ്മപ്പെട്ടതുകൊണ്ട് ഏറ്റവും ഭാഗ്യവതിയായിട്ട് ഉയർത്തപ്പെട്ടു. അതിനെപ്പറ്റി ശിംഷന്റെ ഒരു വിശദീകരണം പറയാം. പരിശുദ്ധ മറിയത്തെ പോലെ താഴ്ത്തപ്പെട്ട ആരുമില്ല. അതെ, ആ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തന്റെ ദാസിയുടെ താഴ്മ അവൻ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അതാണ് ആ ഗീതത്തിലൂടെ അവിടെ ഉദ്ദേശിക്കുന്നത്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടോട്ട് പോയ എയർ ഇന്ത്യയുടെ വിമാനം 2ആയിട്ട് പിളർന്നു പോയി റൺവേയിൽ എന്ന് പറഞ്ഞ് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. പൈലറ്റ് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മറ്റാളുകൾക്ക് അധികം അപകടമുള്ളതായിട്ട് അറിയത്തില്ല. ഇറ്റ് ഈസ് റിയലി എ സാഡ് ന്യൂസ്. കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പരിശുദ്ധ അമ്മയെ പറ്റിയാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും താഴ്ത്തപ്പെട്ട മനുഷ്യ മക്കളിൽ ഇതുപോലെ താഴ്ച, അതിനകത്തൊരു കണ്ടാലും തന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കും. തന്നെത്താൻ താഴ്ത്തുന്നവർ ദൈവത്താൽ ഉയർത്തപ്പെടും എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇത്രയും താഴ്ത്തപ്പെട്ട ഒരാളിൽ അത് ഏറ്റവും അധികം ഉയർത്തപ്പെട്ടു. ദൈവത്തിന് മാതാവായി തീർന്നു. ഇപ്പൊ നമ്മളിവിടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ 45-ാം സങ്കീർത്തനം ഒന്ന് എടുത്ത് വായിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. അവിടെ കാരണം രാജഭാമിനിയാണ്, രാജമാതാവായിട്ടാണ് ഉയർത്തപ്പെടുന്നത്. അതെ, നമ്മുടെ ആ ഗീതം ഉണ്ടല്ലോ, ധൂപപ്രാർത്ഥനയുടെ രാജമകൾ, അതൊന്ന് കേട്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം. അതിനകത്ത് അവിടെ ഒന്ന് നിൽക്കുകയാണ് ഞാനേ. കാരണം നമ്മുടെ ഈ ഫേസ്ബുക്കിൽ കമന്റ്സ് എഴുതുന്ന ആളുകളുണ്ട്, അവരെ നിരാശപ്പെടുത്തണം. അതിനകത്ത് ഒരു ജോയ് സാംസൺ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു പാസ്റ്ററാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, പാട്ടുകൾ പറയാതെ ബൈബിൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പാട്ടിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. ഇത് ജോയ് സാംസൺ മനസ്സിലാക്കണം. ഇത് നമ്മുടെ പെന്റക്കോസ്റ്റിൽ പാട്ടെഴുത്തുകാരുണ്ട്,
നമുക്കറിയാം ആലപ്പുഴ ഒരുത്തനുണ്ട്, കൊല്ലത്തുണ്ട്, പിന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട്, ഇങ്ങനെ പല പല പാട്ടെഴുത്തുകാരുണ്ട്. അതുപോലെ കേവലം പാട്ടല്ല ജോയ് സാംസൺ. ഇത് അദ്ദേഹം ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ആളല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് അറിയത്തില്ല. ഇത് ലിറ്റർജിക്കൽ സോങ്സ് ആണ്. ഇത് ഏർലി സെഞ്ചുറീസ് മുതൽ ഉള്ളതാണ്. ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് വരുന്ന ഓരോരുത്തർ എഴുതിയതല്ല. അത് ഈ ബൈബിളിനോടൊപ്പമോ ചില സമയങ്ങളിൽ അതിനേക്കാൾ അധികമോ പ്രസക്തിയും പ്രാധാന്യവും ഉള്ളതാണ് ലിറ്റർജിക്കൽ സോങ്സ്. കാരണം ബൈബിളിൽ പല കാര്യങ്ങളും ഫ്രാഗ്മെന്റ്സ് ആയിട്ട് അവിടെ ഇവിടെ ചിതറിക്കിടക്കുമ്പോൾ അതിനെ മുഴുവൻ അടുക്കി ഭംഗിയോടെ വ്യക്തതയോടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ലിറ്റർജി. ഓർത്തഡോക്സ് ലിറ്റർജി എന്ന് പറയുമ്പം അത് ചുമ്മാ പാട്ടല്ല, അതിനകത്ത് ദൈവശാസ്ത്രമുണ്ട്. അതായത് തിരുവെഴുത്തിൽ ബൈബിളിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടാത്ത ധാരാളം കാര്യങ്ങൾ അതിനകത്തുണ്ട്, വളരെ വ്യക്തതയോടെ മിഴിവോടെയും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ലിറ്റർജിക്കൽ സോങ്സ് ഉദ്ധരിക്കുന്നത്. ഇത് ഇറ്റ് ഈസ് മോർ ഓതന്റിക്. അല്ലാതെ ഇതിനകത്ത് ഒരിക്കലും കൈകടത്തലുകളോ തിരുത്തലുകളോ ഒന്നും വന്നിട്ടുള്ളതല്ല. നിന്നാൾ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയ ഓ ഹാലേലൂയ മലമായ രാജ ഭാമിനിയും ശുഭഹോലബോലബറോൽ റോഹോ പാദീശോ ഓക്കെ, അതാണ് അത് ആ 45-ാം സങ്കീർത്തനം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ആ വായിക്കുന്നത്. അത് സഭയെയും മാതാവിനെയും ഒരുപോലെ വിവരിക്കുന്ന ആ സദസ്യം പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണത്. ആ രാജാവിന്റെ വലതുഭാഗത്ത് രാജഭാമിനി നിൽക്കുകയാണ്, ഇപ്പൊ നമുക്ക് വേണ്ടി നിൽക്കുന്നത് പോലെ. രാജാവിന്റെ ആ രാജമാതാവ് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നു. നേരെ മറ്റേ സഭ കർത്താവിന്റെ മണവാട്ടിയായിട്ട് കൂടെ നിൽക്കുന്നു. ഈ രാജകുമാരികൾ അനേകരുണ്ട്, പക്ഷെ രാജമാതാവ് ഒന്നേ ഉള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. രാജമാതാവ് എന്നുള്ള സ്ഥാനത്താണ് പരിശുദ്ധി അമ്മ നിൽക്കുന്നത്. അപ്പൊ പക്ഷെ അത് പെന്തക്കോസ്റ്റൽ തിയോളജി ഫിറ്റ് ആവത്തില്ല. കാരണം പെന്തക്കോസ്റ്റൽ തിയോളജിയിൽ യേശു ഇതുവരെ രാജാവല്ല, യേശു രാജാവായി വരാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെയുണ്ട്. അതിനെ അവൻ രാജാവായി വാനിൽ വെളിപ്പെടുന്ന ഞാൻ അവനിടം പറന്നുയരും. അവന്റെ ഇടതുവശത്തൂടെ പറക്കുമെന്ന് മറ്റാ പാടുന്നത്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുന്നാൽ ഞാൻ അവനിടം പറന്നുയരും, അവനിടം പറന്നുയരും എന്ന ദൈവത്തിന്റെ കൃപ. അവന്റെ വലതുവശം ഫ്രീ ആക്കി ഇട്ടിട്ടാ പാട്ട് എഴുതിയിരിക്കുന്നത്. ഇടതുവശത്തോട് ഇവന്മാര് പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഏതായാലും അവന്റെ വലതുഭാഗത്ത് പരിശുദ്ധ അമ്മ നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ദാവീദ് പ്രവചിക്കുകയാണ്. അത് അപ്പൊ ആ സങ്കീർത്തനത്തിന്റെ മുകളിൽ നോക്കുമ്പോൾ കോരകപുത്രന്മാരുടെ സങ്കീർത്തനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി ആളുകൾ വിചാരം ഇതിന്റെ അവരാരേണ്ടത്, ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. അപ്പം പിന്നെ 45-ാം സങ്കീർത്തനം അതിന്റെ അവസാനത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം. ഏറ്റവും അവസാനത്തെ വാക്യമാണ് 45. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും അനുസ്മരിക്കും, അതുകൊണ്ട് ജനതകൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. സകല തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കുമാറാക്കും, ഓർക്കുമാറാക്കും, അങ്ങനെ എഴുതിയിരിക്കുന്നത്. എല്ലാ തലമുറകളും നിന്റെ നാമത്തെ ഓർക്കുമാറാക്കും. അപ്പൊ ആ പ്രവചനമാണ് പരിശുദ്ധ അമ്മ ലൂക്കാസ് വിശേഷത്തിൽ ഉദ്ധരിക്കുന്നത്. അത് ആക്ച്വലി 45-ാം സങ്കീർത്തനം പറയാണ്, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. 45-ാം സങ്കീർത്തനം 17-ാം വാക്യം. അതാണ് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്. കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും.
അപ്പൊ 45-ാം സങ്കീർത്തനത്തിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ 45-ാം സങ്കീർത്തനത്തിന്റെ പൂർത്തീകരണമാണ്, നിറവേറലാണ്. അതെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് ചിന്തിക്കാനുള്ളത് പരിശുദ്ധ മാതാവിനെ പറ്റി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമത്തിൽ നിന്നുള്ളത് അതിന് നിഴലായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ ചിലതാണ് മോശ കണ്ട മുൾപ്പടർപ്പ്, അതിൽ കത്തിപ്പോവാതെ നിന്ന ആ ചെടി, അതുപോലെ സമാഗമന കൂടാരത്തിലിരുന്ന സാക്ഷ്യപ്പെട്ടകം, അതിനുള്ളിൽ മന്ന ഇട്ടുവെച്ചിരുന്ന ചെപ്പ്. ഇങ്ങനെ മാതാവിനെ പറ്റി ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതില് 2 എണ്ണം മാത്രം നമുക്കൊന്ന് കേൾക്കാം. ആ മോശ ചമച്ച ഒരു പേടക ദൃഷ്ടാന്തം എന്നുള്ള ആ പാട്ട്. അതെ, ആ പാട്ടൊന്ന് പ്ലേ ചെയ്യട്ടെ. പാടി. മോശ ചമച്ചോരാ പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം ഗൃഹാ തൻ ശോഷപാശ്ലോ വൈശായൻ ദാവീദുത്തം സ്ഥിരമാപുരമേ ശ്ലോമോ ഉദരത്തി ഉദയം ചെയ്തിരിശൻ പാർക്കുമോ. അത് നമ്മൾ ആ സാക്ഷ്യപ്പെട്ടകത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പ്രോട്ടോ ഇവാഞ്ചലിയോൻ എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:15 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആ സ്ത്രീ പരിശുദ്ധ മറിയമാണോ അല്ലയോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ പെന്തക്കോസ്തുകാർ അംഗീകരിക്കുന്നില്ല പരിശുദ്ധ മറിയമാണോ അല്ലയോ? സ്ത്രീയുടെ സന്തതി ആണോ? സ്ത്രീയുടെ സന്തതി യേശു കർത്താവാണ്. സ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാണ്. അത് സമ്മതിക്കുകയല്ല. അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഇത് പറയുന്നത് ടു എഡ്യൂക്കേറ്റ് അവർ കോമൺ പീപ്പിൾ. കാരണം നമ്മുടെ ഈ ലെയ്മൻ ബോധവൽക്കരിക്കപ്പെടണം. അതുകൊണ്ടാണ് ഈ ആടുപിടുത്തം മുഴുവൻ നടക്കുന്നത്. ആട് മോഷണം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എന്തുമാത്രം ആളുകളെ വിളിച്ചോണ്ട് പോയി. ഞാനും വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ വിളിച്ചോണ്ട് പോയാൽ പലരും തിരിച്ചു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ഇതിന്റെ കാരണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചില പാസ്റ്റർമാർ അവിടെ കമന്റ് എഴുതുന്നുണ്ട് ആക്റ്റീവായിട്ട്. ഇപ്പൊ നമ്മുടെ ഈ ലൈവിന്റെ കീഴിൽ എഴുതുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസാക്ഷിയിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ഉൽപ്പത്തി 3:15 പറയുന്ന സ്ത്രീ ആരാണ്? ഒറ്റ ചോദ്യമാണ്. ഉൽപ്പത്തി 3:15 പറയുന്ന സ്ത്രീ. ഞാൻ മനസ്സിലാക്കുന്ന ഗലാത്യർ 4:4 പൗലുസ്ലിയ പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. When time had fully come, God sent his son under the law, born of a woman. ഇങ്ങനെ പറയുന്നു. ഇനി ആ ജനനം അത്ര ശരിയല്ലെന്ന് പറഞ്ഞാൽ എബ്രായർ 2:15 നിങ്ങൾ എടുത്ത് വായിക്കുക. അവിടെ എഴുതിയിരിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി എന്ന് പറഞ്ഞ ഓരോ മനുഷ്യനും എങ്ങനെ മനുഷ്യനായിരിക്കുന്നോ അതുപോലത്തെ ഒരു മനുഷ്യനായി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ എങ്ങനെയാ ജഡരക്തങ്ങളോട് കൂടി അവനാകുന്നത്? ഇപ്പൊ എനിക്കെങ്ങനെ ജഡരക്തമുണ്ടോ അതുപോലെ ജഡരക്തമുള്ളവനായി ക്രിസ്തു വന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ വയറിൽ ഒരു പുക്കിളുണ്ട്. അപ്പൊ യേശു കർത്താവിനും എന്തുണ്ട്? ഒരു പുക്കിളില്ലാത്ത ആണെങ്കിൽ വ്യത്യസ്തനാണ്. അപ്പൊ മക്കൾ എങ്ങനെയാണോ, അത് നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായർ 2:15 ഒന്ന് നോക്ക്. കാരണം ഇതിന്റെ കീഴെ ചെറിയ ജാളീച്ചയുടെ ശല്യമുണ്ട്. നമ്മുടെ ആളുകൾ അവിടെ കീടനാശിനിയൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. നമ്മുടെ എബ്രായർ 2:15 ഓർമ്മയിൽ എന്ന് പറയുന്നത് നോക്കിയോട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ നമ്മൾ മക്കൾ ജഡരക്തങ്ങൾ നമ്മൾ ഊന്നിപ്പായിക്കണ്ടേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അടുത്ത അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കുറിച്ചാണ് മക്കളെന്ന്. അപ്പൊ മനുഷ്യരെങ്ങനെ നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാണ്, നമ്മളെ പോലെ തന്നെ അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി.
അപ്പൊ ആ ശരീരത്തിലും എന്തുണ്ട്? ഒരു പുക്കിളുണ്ട്. അപ്പൊ ഒരു പുക്കിൾ കൂടി ബന്ധത്തോടു കൂടിയാണ് ജനിച്ചത്. അങ്ങനെ ജനിച്ചെങ്കിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ച ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയാണ്. ആ സ്ത്രീയോട് ആർക്ക് വിരോധം ഉണ്ടെന്നാ ഉൽപ്പത്തി 3:15 പറയുന്നേ? സർപ്പത്തിന് വിരോധമുണ്ട്. ആ സർപ്പത്തിന് വിരോധമുണ്ട്. അപ്പൊ സർപ്പ സന്തതികൾക്ക് എപ്പോഴും ആരോടൊരു എനിമിറ്റി ഉണ്ട്? പരിശുദ്ധ കന്യകാമറിയത്തോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ എതിർക്കുന്നവര്, ദൈവമാതാവല്ലെന്ന് പറയുന്നവര്, പരിഹസിക്കുന്നവര്, മൊട്ടത്തോടാണെന്ന് വിളിക്കുന്നവര്, ഈ തരത്തിലുള്ള ആളുകളെല്ലാം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ സർപ്പസന്തതികളാണ്. അതിന്റെ അറിയണമെങ്കിൽ ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 12 നോക്കണം. വെളിപ്പാട് പുസ്തകം 12 ഈ ഉൽപ്പത്തിയിലൊരു ഗാർഡൻ സ്നേക്ക് ആയിരുന്നു. പക്ഷെ വെളിപ്പാടിലേക്ക് വന്നപ്പോൾ ഇവനങ്ങ് വളർന്നു. മെഗാ ചർച്ച് എന്നൊക്കെ പറഞ്ഞു ഇവൻ പിന്നെ മഹാസർപ്പമായി. ഉൽപ്പത്തിയിൽ ഇവൻ ആരായിരുന്നു? ഉൽപ്പത്തിയിൽ ഇവൻ വെറും ഒരു ഗാർഡൻ സ്നേക്ക് ആയിരുന്നു. ചെറിയ ഒരു തമ്പേറും ഒരു പായും ഒക്കെ ആയിട്ട്, ഒരു ഗീറ്റപ്പായുമായിട്ട് ഇരുന്നവനാ. ഇപ്പൊ അവന് മെഗാ ചർച്ചായി, അവന് മറ്റേതായി മറിച്ചായി. വെളിപ്പാടിലേക്ക് വന്നപ്പോഴേക്കും അവൻ ആരായി? മഹാസർപ്പമായി. മനസ്സിലായോ? 5 ഭൂഖണ്ഡങ്ങളിൽ നിറഞ്ഞ മഹാസർപ്പമാണ് ഇപ്പൊ കന്യകാമറിയത്തെ എതിർക്കുന്നത്. ഇതാണ് കാഴ്ച. അതുകൊണ്ട് സ്ത്രീയോട് എപ്പോഴും സർപ്പത്തിന് ശത്രുതയുണ്ട്. മറ്റൊരു വ്യക്തി പറഞ്ഞാൽ വിശുദ്ധ കന്യാമറിയത്തെ ദൈവശാസ്ത്രത്തിൽ മാറ്റി നിർത്തുന്ന ആരൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്? അവരുടെ ഉപദേശങ്ങളെല്ലാം പെശകിട്ടുമുണ്ട്. ഉണ്ട്. അതാ സർപ്പസന്തതിയാണ്, സർപ്പത്തിന്റെ എനിമിറ്റിയാണ്. അപ്പൊ നമ്മൾ കൃപയാല് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് വേണം ദൈവശാസ്ത്രം പഠിക്കുവാൻ. അതാണ് ശരിയായ രീതി. വെളിപ്പാട് പുസ്തകം 12 അതുകൊണ്ടാണ് ആ മഹാസർപ്പം എന്ത് ചെയ്യാണ്? മഹാസർപ്പം വായ പിളർന്നിട്ട് സ്ത്രീയെ ഒഴുക്കിക്കളയാൻ നദി പോലെ വെള്ളം ഒഴുക്കി. വെള്ളത്തെ പറ്റി ബ്രദറൻകാര് പറയുന്നത് വെള്ളം വചനമാണ്. വെള്ളം വചനമാണെങ്കിൽ ഈ സർപ്പമാണ് നദി പോലെ വചനം ഒഴുക്കുക. അവിടുന്ന് ഇവിടുന്ന് എല്ലാം ബൈബിൾ വാക്കി എടുത്ത് അത് കണ്ടോ ഇത് കണ്ടോ ഒറ്റ ഉദ്ദേശമുള്ളവർക്ക് ഈ സ്ത്രീയെ ഒഴുക്കിക്കളയണം. അപ്പൊ സ്ത്രീയെ ഒഴുക്കിക്കളയാൻ ഇഷ്ടംപോലെ വാക്യങ്ങൾ ഉദ്ധരിക്കുന്ന ആരോ അവരാണ് സർപ്പം, മഹാസർപ്പം. പക്ഷെ മഹാസർപ്പത്തിന്റെ ഒരു പരിപാടി നടക്കത്തില്ല. ഭൂമി സ്ത്രീക്ക് തുണ നിൽക്കും, സ്ത്രീ ഒഴുകി പോകത്തില്ല. ഈ ഉപദേശം നിലനിൽക്കും, ഈ മിയാഫൈസിറ്റിസം നിലനിൽക്കും. മുമ്പോട്ട് പോവാം. അപ്പൊ ഈ പരിശുദ്ധ മാതാവിനെ പറ്റി പറയുന്ന ദൃഷ്ടാന്തങ്ങളിൽ മറ്റൊരു മനോഹരമായ ഒരു ദൃഷ്ടാന്തമാണ് എസെക്കിയേൽ കണ്ട പ്രവചനത്തിൽ പറയുന്ന ക്രോബേ ദൂതരഥങ്ങളുടെ. അത് പറഞ്ഞില്ല, നിയമപ്പെട്ടവൻ പറഞ്ഞില്ല. അത് പറഞ്ഞിട്ടുണ്ടോ? നിയമപ്പെട്ടവൻ പറഞ്ഞില്ല. അതെ, നിയമപ്പെട്ടവൻ പറഞ്ഞു 3 കാര്യങ്ങളല്ലേ? അതെ. അപ്പം ഇസ്രായേൽ മക്കളുടെ കൂടാരം, അവരുടെ കൂടാരം അടിക്കുന്ന സ്ഥലത്തെല്ലാം സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ സാക്ഷ്യപ്പെട്ടകം ഉണ്ടായിരുന്നു. സാക്ഷ്യപ്പെട്ടകത്തിനുള്ളിലാണ് മന്ന ഇട്ട് വെച്ചേക്കുന്ന ചെപ്പ്. അതിലെ കൃപാസനത്തിന്റെ മുകളിലായിട്ട് എപ്പോഴും ദൈവത്തിന്റെ തേജസ്സും ഇറങ്ങി നിന്നിരുന്നു. അത്യുന്നതിന്റെ ആ ഒരു നിഴല് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കന്യാമറിയാമിനെ അതുമായിട്ട് നമ്മൾ സാദൃശ്യപ്പെടുത്തുമ്പോൾ ആ മന്ന എന്ന് പറയുന്നത് സ്വർഗീയ അപ്പം ഇറങ്ങി വരുന്ന ആ പാത്രമാണ്. അതുകൊണ്ട് മന്ന നിക്ഷേപിത ചെപ്പും അത് നമ്മളെ മറിയാമിന്റെ മത്സ്യപ്രാർത്ഥന നമ്മൾ പാടുന്നത്. അപ്പോൾ അത്യുന്നതൻ അവിടെ ആ സമാഗമന കൂടാരത്തിന്റെ മേൽ നിഴലിട്ടു എന്ന് പറയുന്ന അതേ നിഴലിടിയിലാണ് നിക്ഷേപിത ചേപ്പും മഹറോൻ തൻ കീളിർത്താവടിയും. ഈ മന്നാ നിക്ഷേപിത ചെപ്പ് ജീവന്റെ അപ്പമായ ക്രിസ്തു. തളിർത്ത വടി, ബഡഡ് സ്റ്റാഫ്, അതും ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മരിച്ചവരിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? ഈ ഉണങ്ങിയ വടിയല്ലേ കിളുത്ത് വന്നേ. പിന്നെയുള്ള നിയമത്തിന്റെ കൽപ്പലക, അത് വചനമാണ്, അവതരിച്ച വചനമാണ് അല്ലെ? ലോഗോസ് ബിക്കെയിം ഫ്ലഷ് ആണ്. അപ്പം 3 ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അപ്പൊ 3 കൂടെ ഒരുമിച്ച് ആ ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് ആ പെട്ടകമാണ് പരിശുദ്ധ മറിയം. സാക്ഷ്യപ്പെട്ടകം എന്നാ പറയുന്നത്. സാക്ഷ്യപ്പെട്ടകം. ഈ സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദ് നൃത്തം ചെയ്യുന്നുണ്ട്. നമ്മൾക്കറിയാം, ഓബേദെദോമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ട് വരുമ്പം ഈ പെട്ടകത്തിന്റെ മുമ്പിൽ ദാവീദ് എന്ത് ചെയ്യാണ്? നൃത്തം ചെയ്യാണ്. അപ്പൊ ഈ പെട്ടകമായ പരിശുദ്ധ അമ്മ മലനാട്ടിൽ എലിശബായുടെ വീട്ടിൽ ചെന്ന് എലിശബായയ്ക്ക് വന്ദനം പറയുമ്പോ പെട്ടകമായ മറിയത്തിന്റെ മുമ്പിൽ, സാക്ഷ്യപ്പെട്ടതിന് മുമ്പിൽ ദാവീദ് നൃത്തം ചെയ്ത പോലെ ഈ മറിയത്തിന്റെ വന്ദനസ്വരത്തിന് മുമ്പിൽ യോഹന്നാൻ എന്ത് ചെയ്യുക? നൃത്തം ചെയ്യുക. ഈ എലിശബായുടെ ഉദരത്തിൽ കിടന്ന്.
അപ്പൊ ഇത്രയും സാക്ഷ്യങ്ങൾ ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും കണ്ടിട്ട് ഇവരുടെ കണ്ണ് തുറക്കുന്നില്ല. ഇത് സാക്ഷ്യപ്പെട്ടതാണ്. അത് അന്ന് നിഴലായിട്ട് ദാവീദ് നൃത്തം ചെയ്ത പോലെ ഇവിടെ നൃത്തം ചെയ്യാം. അതെ. അപ്പൊ ഷിബിച്ചാൻ ഇപ്പൊ ഈ എലിസബത്തിനെ വിസിറ്റ് ചെയ്ത കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് പോയതായിരുന്നു. പെട്ടെന്ന് നമുക്ക് കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലെ ഓരോ വാക്യങ്ങളെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിന്റെ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനം, അത് കഴിഞ്ഞ് ദൈവത്തിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ ഉണ്ടായി എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് എലിസബത്ത് പറഞ്ഞ വാക്യമാണ്. അപ്പൊ അതിൽ നിന്നാണ് കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന സഭ എടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ വരി മാത്രമേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്യുന്നത്, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ആ പാട്ട് നമുക്ക് കേൾക്കാം. ഹെബർ നദീതീരത്ത് എസെക്കിയേൽ കണ്ട ദർശനം മറ്റൊരു ഗീതത്തിൽ നമ്മൾ പാടുന്നുണ്ട്. ദൈവത്തെ പെറ്റൊരു മാതാവാം എന്നുള്ള പാട്ട്. ദൈവത്തെ പെറ്റൊരു മാതാവാ മറിയാമേറ്റം വാഴ്വേറ്റോ ദൈവിക കുഞ്ഞാടിനെ ആശ്ചര്യം തന്മടിയിൽ താലോലിച്ച ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാനീശൻ വീര്യത്താലവളെ താങ്ങി ക്രോവേ ദൂതരഥത്തിന്നെ ഏറിയിടുന്നോനേ ബാരക്കുമോ മൻമൂലം ആദാമുൽമൂലം ഉൽമീനാമേ. അപ്പൊ അതിനൊരു ക്രോബേ ദൂതരഥങ്ങൾ ഏറി വരുന്നവനെ അവള് ഏറ്റു എന്ന് പറഞ്ഞാൽ ആ ഒരു ദർശനത്തിൽ കാണുന്ന ദൈവം റോബന്മാരാൽ വഹിക്കപ്പെടുന്ന ആ തേരിലാണ് വരുന്നത്. ആ തേരിൽ വഹിക്കപ്പെട്ടവനെയാണ് പരിശുദ്ധ മാതാവ് ഉദരത്തിൽ വഹിച്ചത്. അതാണ് സഭ അവിടെ പാടുന്നത്. അത്ര വലിയ ദൈവശാസ്ത്രമാണ്. ക്രൂപരഥം മറിയത്തിന്റെ സാദൃശ്യമായിരുന്നു. അതെ, ക്രൂപരഥം വളരെ മനോഹരമാണ്. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായം വായിക്കുമ്പം പുഷ്യരാഗത്താൽ അലങ്കൃതമായ രഥമാണ്. അപ്പം ഇവിടെ രാജ്ഞി എന്ത് ചെയ്യുക? ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുക. അപ്പൊ യെഹെസ്കേൽ പ്രവചനത്തിൽ പുഷ്യരാഗാലങ്കൃതമായ ക്രൂപരഥത്തോട് ഉപമിക്കപ്പെടുന്ന പരിശുദ്ധ മാതാവ് 45-ാം സങ്കീർത്തനത്തിൽ ഓഫീർ തങ്കാലങ്കൃതയായ രാജഭാമിനിയോട് സദൃശപ്പെടുത്തുകയാണ്. ഏറ്റവും ശോഭിതയായ രാജ്ഞിയാണ് നമ്മുടെ അമ്മ. ഇപ്പൊ ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഫേസ്ബുക്കിലെ കമന്റിലൂടെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ഇപ്പം നടക്കുന്ന തർക്കം യേശു രാജഭാമിനി എങ്ങനെയാവുമെന്നാണ് ചോദിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവൻ രാജാവായി വരാൻ പോകുന്നേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് യഹൂദന്മാരുടെ രാജാവാകാൻ പോകുന്ന ശിശു എവിടെ? അങ്ങനെ അല്ല ജ്ഞാനികൾ ചോദിച്ചാണോ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അങ്ങനെ ഒരു പിറവി ഇല്ല. സാധാരണ എല്ലാം രാജകുമാരന്മാരായിട്ടും ശിശുവായിട്ട് അവസാനം ഈ ഓർഡർ അനുസരിച്ച് ഇവൻ കിരീടാവകാശി ആണെങ്കിൽ യുവരാജാവായി, പിന്നെ വെയിറ്റ് ചെയ്തു, രാജാവ് നാട് നീങ്ങി, പിന്നെ രാജാവായി, അങ്ങനെയല്ലേ? പക്ഷെ യേശു ജനിച്ചത് തന്നെ എങ്ങനെയാ? രാജാവായിട്ടാ. കാരണം രാജാവാകാൻ പോകുന്നവനല്ല, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പൊ പിറവിയിൽ തന്നെ അവൻ രാജാവാണ്, രാജാവായിട്ടാണ് പിറന്നത്. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതാണ് ഈ നമ്മൾ ഗബ്രിയേൽ മാലാഖ ഹെയിൽ മേരി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഴുവൻ അവന്റെ രാജത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് രാജമാതാവിനുള്ള സല്യൂട്ടേഷൻ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്, തിരുവെഴുത്താണ്. ഓക്കെ, നമുക്കിനി മുന്നോട്ട് പോകാം. ഞാൻ കുറച്ച് സമയം കൂടെ ഉള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് സഭയിൽ നമ്മുടെ ഒരുപാട് മനോഹരമായ ഗീതങ്ങളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു വിഷയം, ഈ മാതാവ് ആദ്യമായിട്ട് വചനമായ ദൈവം ശരീരം ധരിച്ച് വരുമ്പോൾ ആ ശരീരം ധരിച്ച് ദൈവത്തെ ആദ്യമായിട്ട് കയ്യിലെടുക്കുന്നതും തൊടുന്നതും ഒക്കെ ഈ പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ
അവിടെ സഭ എപ്പോഴും പറയുന്നത് അതിശയകരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ലോക പുരാതനനെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ സകല പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ പുത്രനായ ദൈവത്തെയാണ് ഈ മാതാവ് പ്രസവിക്കുന്നത്. ആ ഒരു ഗീതം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് മുമ്പോട്ട് പോവാം. അതില് ക്രിസ്മസിന്റെ സന്ധ്യ പ്രാർത്ഥന എന്നുള്ള ഒരു പാട്ടാണ് മുറ്റും ഈറ്റിൻ നോവിന്നാൾ എന്നുള്ള ഒരു പാട്ട്. മുറ്റും നീട്ടിന്നോവെന്നിൽ യൗസേപ്പൊടു ചൊന്നാൾ നീതിജ്ഞാബേദലഹേമിൽ ഗുഹയിൽ പോയിടാം. ഇല്ലൊരു പായും കട്ടിലുമീയുള്ളോൾ ഈ ഉലകത്തിൽ ഞാനാശ്രയഹീന. ലോകപുരാതനനെ ഗുഹയിൽ പ്രസവിച്ചയ്യോ. ജഗതിരക്ഷകനെ ഞാൻ പുൽക്കൂട്ടിൽ പാലിക്കും. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. Yeah. ലോക പുരാതനനെ ഞാൻ പ്രസവിച്ച് പുൽക്കൂട്ടിൽ കിടത്തി. അപ്പൊ ആ ലോക പുരാതനെ എന്നുള്ളതിനെ പറ്റി അതൊരു അതിശയകരമായ ഒരു കാര്യമാണ് ഇൻകാർണേഷനെ സംബന്ധിച്ചിടത്തോളം. ആ കുഞ്ഞായിട്ട് ശിശുവായിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ആ കുഞ്ഞ് സകല ലോകവും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള അത്യുന്നതനായ ദൈവമായിരുന്നുള്ള തിരിച്ചറിവ് സഭ പ്രഘോഷിക്കുകയാണ് ഈ ഒരു ഗാനങ്ങളിലൂടെ. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം വരാം. യേശു ക്രിസ്തുവിന്റെ ആദ്യ അടയാളമായിട്ട് യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന കാനാവിലെ കല്യാണം. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം. ശിവശാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ദൈവം ഏത് തോട്ടത്തിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നം എന്തായിരുന്നു? ആ ദൈവത്തിന്റെ സ്വപ്നം എന്തായിരുന്നു? ആ ദൈവത്തിന്റെ ഒരു പദ്ധതി എന്നുള്ളതിനെ സ്വപ്നം ആണ് ശിവശാൻ സാധാരണ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് പറയാം. ദൈവത്തിന്റെ ആ ഒരു വലിയ പദ്ധതിയല്ലേ അതല്ലേ നമ്മളിപ്പോ കേട്ട, ലോകപുരാതനനെ പ്രസവിച്ചു അയ്യോ. ഈ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാല് ഒരു ചിത്രകാരൻ തൻ്റെ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കുകയാണ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ്, ഒരു നല്ല ഗ്രാമം വരയ്ക്കുകയാണ്. അപ്പൊ ഒരു മരം വരച്ചു, ഒരു പുഴ വരച്ചു, ഒരു ചെറിയ മല വരച്ചു, പിന്നെ കുറെ കിളികളെ വരച്ചു, അരയന്നങ്ങളെ, താറാവ്, ഒരു ഗ്രാമചന്ത വരച്ചു. ഇങ്ങനെ ഭയങ്കര ഒരു പിക്ചർ വരയ്ക്കുകയാണ്. പിക്ചർ വരച്ച് അതിനകത്ത് മനുഷ്യർ നടക്കുന്നു, കച്ചവടം ചെയ്യുന്നു, മീൻ പിടിക്കുന്നു, വള്ളം തുഴഞ്ഞു പോകണു, ഇങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു വീട്, ആ വീടിനകത്ത് ഒരു പെൺകുട്ടിയെ, ആ വീടിന്റെ മുറ്റത്തൊരു നല്ല സുന്ദരിയായ പെൺകുട്ടിയെ വരച്ചു. ഇതെല്ലാം വരച്ച് ആ പിക്ചറിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ ചിത്രകാരന് തോന്നുകയാണ് ഈ പിക്ചറിനകത്ത് താന് ഒരു കഥാപാത്രമായി മാറണം. അപ്പൊ എങ്ങനെയാ പറ്റുന്നത്? അത് ഇമ്പോസിബിൾ ആണ്. അത് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം നമ്മളൊരു ചിത്രം വരച്ചു, നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുമോ? നമ്മുടെ പടം വേണേ നമുക്ക് വരച്ചു വെക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ആത്മാവോടുകൂടെ, നമ്മുടെ ചിന്തകളോടുകൂടെ, നമ്മുടെ സോളോടുകൂടെ ആ പിക്ചർ കയറാൻ പറ്റുമോ? ഇല്ല. ആ പിക്ചറിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ട പ്രപഞ്ചത്തിലേക്ക് ദൈവത്തിന് എൻ്റർ ചെയ്യണം. ദ ഹയസ്റ്റ് ടാസ്ക് ആണത്. ഒരു ക്രിയേറ്ററിന്റെ ഏറ്റവും വലിയ ടാസ്ക് ആണ്. പറഞ്ഞു മനസ്സിലായി? ഒരു ക്രിയേറ്ററിന്റെ ഏറ്റവും വലിയ ടാസ്ക് ആണ് ക്രിയേഷനിലേക്ക് എൻ്റർ ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ടാസ്ക് ആണ് ഈ ഇൻകാർണേഷനിൽ സംഭവിക്കുന്നത്. ഇതാണ് ഇത്രയും നമ്മൾ പുകഴ്ത്തുന്നത്. ഓർത്തഡോക്സ് തിയോളജി ഇൻകാർണേഷനിൽ കടന്ന് കറങ്ങുകയാണ്. അതുകൊണ്ടാണ് ആ പാട്ടിനകത്ത് ഇങ്ങനെ പാടുന്നത്. ലോകപുരാതനനെ
പിന്നെ പറയുന്നത് ഈ ക്രിയേറ്റർ ഈ ക്രിയേഷനിലേക്ക് എൻ്റർ ചെയ്യുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഹോളിവുഡിൽ പോയപ്പോ അവിടുത്തെ ഒരു ഹോളിവുഡ് സ്റ്റുഡിയോയില് എല്ലാ മൂവി ഇങ്ങനെ കാണിക്കും. അവിടുത്തെ ഫേമസ് മൂവീസ്, നമ്മുടെ ടെർമിനേറ്റർ മൂവി ഉണ്ടല്ലോ, ടെർമിനേറ്റർ. അപ്പൊ ടെർമിനേറ്റർ മൂവിക്കകത്ത് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ അവിടെ പോയി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂവി ഇങ്ങനെ സ്ക്രീനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം നമ്മളിരിക്കുന്ന ആ ഓഡിയൻസ് ഇരിക്കുന്നതും കൂടെ ഈ മൂവിക്കകത്താക്കും അവര്. ഒരു 3D ഇതാ. പെട്ടെന്ന് തന്നെ നമ്മുടെ ചുറ്റും ആ ബുള്ളറ്റ് അല്ല, വലിയൊരു മോട്ടോർ സൈക്കിൾ ഇല്ലേ, പിന്നെ ടെർമിനേറ്റർ, ആ മോട്ടോർ സൈക്കിളും മെഷീൻ കൊണ്ടും എല്ലായിട്ട് അവര് വന്ന് നമ്മളെ അതിനകത്ത് നിന്ന് രക്ഷിച്ചോണ്ടൊക്കെ പോകുന്ന ഒരു പരിപാടി ഉണ്ട്. പെട്ടെന്ന് തന്നെ നമ്മളും ആ മൂവിക്കകത്ത് ഇൻവോൾവ് ആവും. ഒരു ഇല്യൂഷനാണ്. അപ്പൊ പക്ഷെ അതുപോലെ അല്ല ഇത്, അതുപോലെ ഒരു മായക്കാഴ്ച അല്ല ഇത്. ഇത് റിയലി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുപോലെ തന്നെ എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റർ ക്രിയേഷനിലേക്ക് ഇറങ്ങി പോകും. അതാണ് ഇൻകാർണേഷൻ. ഇറ്റ് ഹാപ്പൻഡ് ഇൻ മേരി. അത് മറിയത്തിലാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഓർത്തഡോക്സ് തിയോളജി അല്ല, ഒരു മനുഷ്യ വ്യക്തിയെ പുകഴ്ത്തുക എന്നുള്ള ഒരു കാര്യത്തിലല്ലത്. ഈ തിയോളജിയുടെ നമ്മുടെ രക്ഷാശാസ്ത്രത്തിന്റെ ഇതിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് ആ മേരിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മറിയാമിൻ സ്മരണം വരദായകമാകും തൽപ്രാർത്ഥന നമ്മൾ ആത്മാവിനുകോട്ട. ഇത് പാടുന്നതിന്റെ കാരണം ഇതല്ലാതെ മാതാവ് ഒരു അത്ഭുത പ്രവർത്തക ആയതുകൊണ്ടോ ഒരു ദേവത ആയതുകൊണ്ടോ ഒന്നും അല്ല. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്, ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ മാനിഫെസ്റ്റേഷൻ. ഡോസറ്റിസമോ നോസ്റ്റിസിസമോ അവർ പറയുന്ന പോലെ അല്ല, മറിച്ച് ഇൻകാർണേഷൻ എന്നുള്ള. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ച മാർ കൂറിലോസ്. അപ്പൊ ആ മാർ കൂറിലോസ് അത് തെളിയിച്ചു. രണ്ടാമത് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച നമ്മുടെ പാത്രിയർക്കീസ് മോർ സേവറിയോസ്. മൂന്നാമത് ഉന്നതനും വിശുദ്ധനും നമ്മുടെ മാർ യാക്കോബ് ബുർദാന. ഈ 3 കീ ഫിഗേഴ്സ്, അതായത് പിന്നെ ആദ്യം മറിയം കർത്താവിന്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് കൂറിലോസ് തെളിയിക്കുന്നു. അതിനെ ദൈവശാസ്ത്രപരമായിട്ട് വന്ന പ്രതിരോധത്തെ മുഴുവൻ തച്ചു തകർത്തുകൊണ്ട് ആ വിശ്വാസത്തെ സേവറിയസ് പാത്രിയർക്കീസ് ഉറപ്പിക്കുന്നു. ആ സേവറിയസ് പാത്രിയർക്കീസിന്റെ വിശ്വാസത്തെ നെഞ്ചേറ്റിയ ജനലക്ഷങ്ങൾക്ക് ആശ്രയമില്ലാതെ ഇടയനെ വെട്ടി ആടുകൾ ചിതറി എന്ന പോലെ ചിഹ്നവരും ചിതറിയുമായ ആ വിശ്വാസ സമൂഹത്തെ വീണ്ടും കോർത്തിണക്കി ആ വിശ്വാസത്തെ തലമുറകൾക്ക് കൊടുക്കാൻ സഭയായി ഉറപ്പിച്ച യാക്കോബ് ബുർദാന. അപ്പൊ 3 കീ ഫിഗേഴ്സ് ഈ 5-ാം തുബ്ദനിലെ 3 പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ ഇത്രയും നമുക്ക് ഈ മറിയത്തെ കേന്ദ്രീകരിച്ച് നമ്മൾ പറയുന്നത് ഇൻകാർണേഷൻ എന്നുള്ള ആ ഗ്രേറ്റ് ട്രൂത്ത് ആണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ മേരി എന്ന് പറഞ്ഞൊരു വുമണിന്റെ പ്രാധാന്യമല്ല, നമ്മളൊരു ദേവതാ സങ്കല്പം അല്ല ഇത്. മേരി അപ്പാർട്ട് ഫ്രം മേരി നമുക്ക് ഒരു തിയോളജിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. മറിയത്തെ കൂടാതെ ഒരു തിയോളജിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ വലിയ സംഘം ഇത് സംഭവിച്ചത് മേരിയിലാണ്. അപ്പൊ ഈ ക്രിയേറ്റർ ക്രിയേഷനിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ ആ ചിത്രത്തിൽ കാണുന്ന ആ മുറ്റത്ത് നിൽക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ഈ ചിത്രം വരച്ചവൻ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് കയറി ചെന്ന് ആ പെൺകുട്ടിയുമായി പ്രണയബദ്ധനായി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക. ഹ്യൂമൻലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പൊ നമ്മൾ വീഡിയോ ഗെയിം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇൻകാർണേഷൻ എന്ന ഒരു സംഭവം മനുഷ്യനുണ്ടാക്കി അതിനകത്തോട്ട് ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവേശിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ദൈവം സാധ്യമാക്കി. അതാണ് കരുണ എന്ന് നമ്മൾ പറയുന്നത്. അത് നമുക്ക് വേറൊരു അതേക്കുറിച്ച് പറയാം. അതുകൊണ്ടാണ് കരുണ എന്ന വാക്ക് ഈ ഓർത്തഡോക്സ് തിയോളജി ഇങ്ങനെ എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കരുണ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം സംശയങ്ങൾ മാറിപ്പോകും. അടുത്ത ഭാഗത്തേക്ക് പോകും. ഓക്കെ, ഇപ്പൊ നമ്മൾ വീണ്ടും ആദ്യത്തെ അടയാളത്തിൽ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം ദൈവം ഏതും തോട്ടം ഉണ്ടാക്കി അതിൽ ആദമിനെ ഹവ്വയെ ആക്കി തീർത്തത് ആ ട്രിനിറ്റിയുടെ ആ ഒരു സ്നേഹബന്ധം പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരവിടെ നിന്ന് പുറത്തായി പോയി. പക്ഷെ വീണ്ടും യേശു കർത്താവ് ലോകത്തിലേക്ക് അവതരിച്ച് തന്റെ പരസ്യ ജീവിതം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് വീണ്ടും തുടങ്ങുന്നത് ഒരു കുടുംബ ജീവിതം തുടങ്ങുന്ന ആ ഒരു കല്യാണ വീട്ടിലാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത്. അവിടെ അമ്മയെ നമുക്ക് കാണാം. അമ്മ ഒരു ഇന്റർസെക്ഷനുമായിട്ട് അവിടെ വരുവാണ്. അവർക്ക് വീഞ്ഞില്ല.
അപ്പൊ അത് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും അതിനെപ്പറ്റി സ്ത്രീയെ എന്ന് വിളിച്ച് പെന്തക്കോസ്ത് ആരോപണം നമ്മൾ കേൾക്കുന്നതാണ്. ആ ഒരു രംഗത്ത് നിന്നാണ് എനിക്കും നിനക്കും തമ്മിലെന്ത്, അതിനെപ്പറ്റി നമ്മൾ ഫുള്ളായിട്ട് പറയാൻ പോണ്ട. അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിലോ ഒറിജിനൽ രീതിയിലൊന്നും എനിക്കും നിനക്കും ഇതിൽ എന്ത് കാര്യം എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. പക്ഷേ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന, അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് ഒഴിവാക്കാത്ത ഒരു പുത്രൻ, ആ പുത്രനെ നമുക്ക് കാണാം അവിടെ. അതെ, നിശ്ചയമായിട്ടും. അതെ. അപ്പം നമ്മൾ വീണ്ടും ഈ മധ്യസ്ഥ പ്രാർത്ഥന അതിനെ പറ്റി ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു പോവാം. 1 തിമോത്തിയോസ് 2:5 പറയുന്നത്, there is one God and one mediator between God and mankind, the man Jesus Christ. അപ്പൊ ഈ മീഡിയേറ്റർ എന്നുള്ളതും മധ്യസ്ഥ പ്രാർത്ഥനയും തമ്മിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് വാക്കാണ്. ദൈവത്തിന് മധ്യസ്ഥനുള്ള മീഡിയേറ്റർ ആണ് ജീസസ് ക്രൈസ്റ്റ്. അല്ലാതെ മധ്യസ്ഥ ജീസസ് അവിടെ നിന്ന് നമുക്ക് പനി പോകണമെന്നും നമുക്ക് കാര്യം സാധിക്കണം എന്നല്ല കർത്താവ് പ്രാർത്ഥിക്കുമല്ലോ. അത് അപ്പൊ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന അതിനെപ്പറ്റി വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളൂ. മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഇന്റർസെഷൻ ഓഫ് മേരി, രണ്ടാണ്. അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് യുണീക്ക്. അത് only one mediator. We have only one mediator, that is Christ Jesus. No one else can be mediator between man and God. Only Jesus Christ. യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. ഒരേ ഒരു മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യർക്കും യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. മേരി എന്താണ് ചെയ്യുന്നത്? ഇന്റർസെസ് ചെയ്യാണ്, ഞങ്ങളോടൊപ്പവും ഞങ്ങളോട് കൂടെയും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതാണ് ഞങ്ങളോടൊപ്പവും ഞങ്ങളോട് കൂടെയും പ്രാർത്ഥിക്കുന്ന, അത്രേ ഉള്ളൂ. അതിപ്പോ ഈ പെന്തക്കോസ്തിലെ പാസ്റ്റേഴ്സ് എല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അവരുടെ പ്രവാചകന്മാരും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അത് ഇത് മരിച്ചവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. മനസ്സിലായോ? അതെ. ഇനി നമ്മുടെ ലാസ്റ്റ് സീനിലേക്ക് നമ്മൾ പോവാണ്, യേശു ക്രിസ്തുവിന്റെ മരണം. അപ്പൊ അവിടെ അമ്മയെ നമുക്ക് കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് കാണാം. അവിടെ വെച്ചാണ് യോഹന്നാനെ ഏൽപ്പിക്കുന്നത്, ഇതാ നിന്റെ അമ്മ. തിരിച്ച് മാതാവിനോട് പറഞ്ഞതാ നിന്റെ മകൻ. അപ്പൊ ആ സഭയെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പോകുന്നത്. പക്ഷെ ആ കർത്താവിന്റെ കുരിശ് കാൽവറിയിലേക്കുള്ള ഒരു യാത്ര നമ്മുടെ സഭ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു അമ്മയുടെ കണ്ണിലൂടെയാണ്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച 1-ാം പ്രദക്ഷിണത്തിന്റെ ഗീതം, അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. ഈ സീനായി ഗിരിയെ വിറപ്പിച്ചവനും ലോകപുരാതനും എല്ലാം ആയ ശിശുവാണ് ഈ നിൽക്കുന്നത്. പക്ഷെ അവൻ സ്വയം സമ്മതിച്ചതുകൊണ്ടും അവൻ സ്വയം അവന്റെ ഇഷ്ടത്താലാണ് ഇതിന് പോകുന്നത്. ആ ഒരു അമ്മ പറഞ്ഞ ആ ഒരു പാട്ട്, ഇതാണ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്ന ആ പാട്ട്. ദുഃഖവെള്ളിയാഴ്ച 1-ാം പ്രദക്ഷിണത്തിന്റെ ആ പാട്ട് കേട്ട് അതിനെപ്പറ്റി വിശദീകരണം പറയാം. ശ്ലീബാത്തോളിന്മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട നെടുവീർപ്പോടു നിലവിളി കൂട്ടാൻ മേളിച്ച ബ്രായാങ്കനമാ അറിയുന്നോരെ വരുമൊന്നീ ചകലത്തായി നിന്നാൾ ജനനി ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവുസവം കേണു എങ്ങൻ മകനെ വത്സലനേ ഇങ്ങിവർ നിന്നെ നയിക്കുന്നു വിദ്വേഷികളുടെ കൈകളിൽ നീ എന്തിനു തനിയേൽപ്പിച്ചു മകനെ മാമാവത്സലനേ എന്തു നിനക്കു ഭാവിച്ചിന്ന ഞങ്ങൾക്കായുളവായൊരു നിൻ വ്യഥയും താഴ്മയുമാതി ധന്യം.
പറയുന്നത് എങ്ങൻ മകനെ വത്സലനെ നിന്നെ ഇവർ നയിക്കുന്നു, വിദ്വേഷികളുടെ കയ്യിൽ നീ എന്തിന് തനിയെ ഏൽപ്പിച്ചു. ആ വിശ്വാസം വന്ന് തന്നെ മാതാവിനാണ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ. അതുകൊണ്ടാണ് കർത്താവിന്റെ ഉയർപ്പിന് ശേഷം അപ്പൊ കർത്താവിന്റെ കുരിശിന്റെ താഴെ നിൽക്കുന്ന അമ്മയെ നമുക്ക് കാണാം. അവിടെ സ്വന്തം മകൻ ഏറ്റവും ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട് നഗ്നനായിട്ട് കിടക്കുന്ന ഒരു മകന്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മ, സങ്കടത്തോടെ നിൽക്കുന്ന അമ്മയെ നമ്മൾ ധ്യാനിച്ചാൽ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു മഹാത്മ്യം എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവും. ആ ജനനം മുതൽ അവൻ മരിക്കുന്ന വരെ, മരിച്ച് കല്ലറയിൽ അടക്കപ്പെടുമ്പോഴും അവൻ പൂർണ്ണ ദൈവമാണെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന അമ്മയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷയിൽ നമ്മൾ ആ മറിയാൻ പറയുന്നതായിട്ട് തന്നെയാണ് സഭ എഴുതിയേക്കുന്നത്. ജാതികളെ മോദിപ്പീൻ, മറിയാൻ മോദി താതനയാർന്ന് എൻ തനയൻ കബറിൽ നേറി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നമ്മുടെ സമയം അവസാനിക്കുന്നു. ക്ഷമിച്ചാൽ നമുക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ഈ ഒരു ലൈവ്. ഓക്കെ, നമ്മളെ ഇത്രയും സമയം ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഓർത്തഡോക്സ് വിശ്വാസം എന്താണെന്ന് നിങ്ങൾ തന്നെ ബോധ്യമുള്ളവരായിരിക്കുക. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. ആരുടെ ഏത് വേദവിപരീതിയോടും ഏത് പാഷണ്ഡ മതക്കാരനോടും ഉത്തരം പറയാൻ നിങ്ങളെ തന്നെ എക്യുപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു തരത്തിലും ലജ്ജിക്കേണ്ടതായ ഒരാവശ്യവുമില്ല. കാരണം എല്ലാ ദൈവശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ള ദൈവശാസ്ത്രം ഓർത്തഡോക്സ് ദൈവശാസ്ത്രമാണ്. യുക്തിസഹമായ ഉത്തരമാണ്. അത് യുക്തിവാദികൾക്കായെങ്കിലും വേദവിപരീതികളോട് എതിർക്കുന്ന എല്ലാ തരത്തിൽ നമുക്ക് വിശ്വാസത്യാഗികളോട് എതിർക്കുന്ന എല്ലാമായ ദൈവശാസ്ത്രമാണ്. അതുകൊണ്ട് ഇതിലൊരിക്കലും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശ്രേഷ്ഠമായ വിശ്വാസമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച വിശ്വാസം അതൊന്നും ഒരിക്കലും അബദ്ധമല്ല, മറിച്ച് 100% ദൈവശാസ്ത്രപരമായി ശരിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോണ്ടാക്ട് മീ. നമ്മൾ ഒരുമിച്ച് ഈ മലങ്കരയിൽ നിന്ന് ഈ ഈ ദുരുപദേശത്തിന്റെ ആസുരതയെ തുടച്ചു നീക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ലൈവ് സെഷനിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ നന്ദി പറയുന്നു. അലക്സിന് നന്ദി പറയുന്നു. അഡ്മിന് നമ്മൾ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു.